ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ അന്വേഷണം നടത്തുന്നത് കേരള പോലീസിലെ പ്രത്യേക അന്വേഷണ സംഘമാണ്. അതും കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് രഹസ്യ സ്വഭാവത്തോടെ ഇതിനോടകം പലതവണ അന്വേഷണ സംഘം ഹൈക്കോടതിയുടെ 2 അംഗ ബെഞ്ചിന് കൈമാറിയിട്ടുണ്ട്. അന്വേഷണത്തിൽ തൃപ്തി അറിയിച്ച കോടതി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിർദ്ദേശിച്ചത്. അന്വേഷണ കാലാവധി നീട്ടി നൽകി. അന്വേഷണ സംഘത്തെ വിപുലീകരിക്കണമെന്ന ആവശ്യവും അംഗീകരിച്ചു. ജാമ്യാപേക്ഷയിൽ സിംഗിൾ ബെഞ്ച് നടത്തിയ പരാമർശം വിവാദമായതൊഴിച്ചാൽ കേസ് പരിശോധിക്കുന്ന 2 അംഗ ഡിവിഷൻ ബെഞ്ച് അഥവാ ദേവസ്വം ബെഞ്ച് അന്വേഷണത്തെ അംഗീകരിക്കുന്നു എന്നത് തന്നെയാണ് നമ്മുടെ ആകെ ബോധ്യം. ഇത്രയും പറയാനൊരു കാരണമുണ്ട്. ഇതേ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തെ തുടക്കത്തിൽ അംഗീകരിക്കില്ലെന്ന് നിലപാടെടുത്തവരാണ് പ്രതിപക്ഷം, നിയമസഭയ്ക്ക് അകത്തും പുറത്തും. കേസന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ പുതിയ ചില വെളിപ്പെടുത്തലുകൾ മൊഴികളായി വരുന്നുണ്ട്. അന്താരാഷ്ട്ര മാനം വരെ ചമയ്ക്കാവുന്നവ. പല ഊഹാപോഹങ്ങളും പ്രചരിക്കുന്നുണ്ട്. അവയും വിട്ടുകളയാതെ അന്വേഷിക്കുകയാണ് കേരള പോലീസിൻ്റെ ഈ പ്രത്യേക അന്വേഷണ സംഘം. പ്രതികൾക്ക് ജാമ്യം നേടി പുറത്തുവരാനാവാത്ത വിധം പഴുതടച്ച അന്വേഷണം. ഇതിനിടെ രാഷ്ട്രീയ ഉദ്ദേശത്തോടെ കള്ളപ്രചാരണവും നടന്നു. മുഖ്യമന്ത്രിയെയും പ്രതി പോറ്റിയെയും ചേർത്തുവെച്ച് നിർമ്മിച്ച വ്യാജ ചിത്രം, അത് പ്രചരിപ്പിച്ചവരിൽ പ്രധാനിയായ കോൺഗ്രസ് നേതാവിന് പിടിവീണു. മുൻ ദേവസ്വം മന്ത്രി എന്ന നിലയിൽ കടകംപള്ളിയുടെയും മുൻ ദേവസ്വം പ്രസിഡന്റ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ പ്രശാന്തിൻ്റെയും മൊഴി പ്രത്യേക അന്വേഷണ സംഘം എടുക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യലായി ചിത്രീകരിക്കാനും പ്രതിയാക്കാനുമുള്ള വ്യഗ്രതയും കാണുമ്പോൾ ചില മുൻകാല അനുഭവങ്ങൾ ആരും ഓർത്തുപോകും. 2020 സ്വർണ്ണ കള്ളക്കടത്ത് വിവാദ കാലത്ത് മന്ത്രിയായിരുന്ന KT ജലീലിനെ മൊഴിയെടുക്കാനായി ED വിളിപ്പിച്ചതിനെ മാധ്യമങ്ങൾ ആഘോഷിച്ചത് ഓർമ്മയില്ലേ? മൊഴിയെടുപ്പ് ചോദ്യം ചെയ്യലായി, ജലീൽ പ്രതിയായി, ജലീലിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് എല്ലാം തീരുമാനമായി എന്ന തരത്തിലൊക്കെ എന്തൊക്കെ വിധിയെഴുത്താണ് അന്നുണ്ടായത്. അതേ KT ജലീലാണ് ബംഗളൂരുവിലെ യലഹങ്കയിൽ പോയി കോൺഗ്രസ് സർക്കാരിൻ്റെ നെറികേടിനെതിരെ ഇരയായ പാവപ്പെട്ടവർക്കൊപ്പം നിന്ന് ഇന്നും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. കടകംപള്ളിയുടെ കാര്യത്തിലേക്ക് വരാം. അദ്ദേഹത്തിനെതിരെ ആരോപണമുന്നയിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ കടകംപള്ളി സുരേന്ദ്രൻ മാനനഷ്ട കേസ് കൊടുത്തു. സതീശൻ അവകാശപ്പെട്ട ആ തെളിവുണ്ടല്ലോ, ആ തെളിവ് നാളിതുവരെ പൊതുസമൂഹത്തെ അറിയിക്കാനോ കോടതിയിൽ കൊടുക്കാനോ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഊഹാപോഹത്തിനും വിവാദത്തിനുമപ്പുറം ശബരിമല സ്വർണ്ണമോഷണ കേസിൽ പ്രതികളെല്ലാം ശിക്ഷിക്കപ്പെടണം. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു അഡ്വക്കേറ്റ് D സുരേഷ് കുമാർ, CPIM, B റജി, കോൺഗ്രസ് സഹയാത്രികൻ, അഡ്വക്കേറ്റ് PA പ്രജി, നിയമവിദഗ്ധൻ. ആദ്യം നിയമവിദഗ്ധനായ അല്ലെങ്കിൽ അഭിഭാഷകനായ പ്രജിയിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. പ്രജി, ഇന്നത്തെ വാർത്തയിൽ ഏറ്റവും സജീവവും കാര്യവുമായി വന്നിട്ടുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാനിതിൽ സൂചിപ്പിച്ചതുപോലെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, അതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡൻ്റായിട്ടുള്ള പ്രശാന്ത്, ഇവരുടെ മൊഴിയെടുപ്പാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളും ചർച്ചകളും കൊണ്ട് നിറയുന്ന ഒരു മാധ്യമ ലോകം, പ്രതിപക്ഷത്തെ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ താല്പര്യം ഇതിനോടകം വെളിപ്പെട്ടതുമാണ്. അത്തരമൊരു അന്തരീക്ഷത്തിൽ അഭിഭാഷകൻ എന്ന നിലയിൽ എന്താണ് തോന്നുന്നത്? കാരണം ഈ അന്വേഷണം ഞാൻ സൂചിപ്പിച്ച വിധത്തിലാണ്. അതിൽ തെറ്റുണ്ടെങ്കിൽ താങ്കൾക്ക് തിരുത്തി അതിനെ കറക്റ്റ് ചെയ്ത് പ്രേക്ഷകരോട് അവതരിപ്പിച്ച് തന്നെ പോകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേവല വിവാദങ്ങൾക്കപ്പുറം വസ്തുതകൾ ജനങ്ങളുടെ മുമ്പിൽ എത്തേണ്ടതുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഇന്ന് മൊഴിയെടുത്ത മുൻ ദേവസ്വം മന്ത്രി ഈ കേസിൽ നാളിതുവരെ പ്രതിയല്ല, പ്രതിപട്ടികയിലില്ല. അതുപോലെ തന്നെയാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ടുള്ള പ്രശാന്ത്. അവരെ മൊഴിയെടുക്കാനായി വിളിപ്പിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യലായി ചിത്രീകരിക്കുന്നു. രസകരമായൊരു കാര്യം, ഇന്ന് ഉച്ചയ്ക്ക് നോക്കുമ്പോൾ ഇവർ രണ്ടുപേരെയും മൊഴിയെടുത്തു. രണ്ടുപേരുടെയും മൊഴിയെടുത്തു. ഒരാളുടെ കാര്യത്തിൽ മൊഴിയെടുത്തു എന്ന് മാധ്യമങ്ങൾ പറയുന്നു പ്രജി, മറ്റൊരാളുടെ കാര്യത്തിൽ പറയുന്നു ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞു. നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഇവർ രണ്ടുപേരും പ്രതികളല്ല, മൊഴിയെടുക്കലാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ മാധ്യമങ്ങളും ഇതിനെ ഈ രൂപത്തിലൊക്കെ സമീപിക്കുന്നു. അത്തരമൊരു പൊതു സമൂഹ അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അഭിഭാഷകൻ എന്ന നിലയിൽ എന്തു തോന്നുന്നു, എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ശരത്ത് കേരളത്തിന്റെ പൊതുസമൂഹത്തിനോട് പങ്കുവെച്ച ആശങ്ക തീർച്ചയായും അഭിഭാഷക സമൂഹത്തിനും അതോടൊപ്പം തന്നെ നിയമവൃന്ദങ്ങൾക്കുമൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി ദിവസങ്ങളായി ഉയർന്നു വരുന്ന ആശങ്കകളാണ്. ആ ആശങ്ക ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കുമുണ്ട് ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആമുഖമായി, അതായത് SIT രൂപീകരിച്ച് ഈ കേസിന്റെ അന്വേഷണം തുടങ്ങിയപ്പോൾ ആമുഖമായി ദേവസ്വം ബെഞ്ച് പറഞ്ഞത്, ഈ കേസിൽ ദയവായി മാധ്യമ വിചാരണകൾ, ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകൾ ഇതൊന്നും തന്നെ നടത്താതെ ശബരിമലയിൽ കൊള്ള നടന്നിട്ടുണ്ടെങ്കിൽ, സ്വർണം പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഒരവസരം ഈ SITക്കും അതിന് മേൽനോട്ടം കൊടുക്കുന്ന ഹൈക്കോടതിക്കും കൊടുക്കണം
എന്നുള്ള ഒരു വിനീതമായ അഭ്യർത്ഥനയാണ് യഥാർത്ഥത്തിൽ ഈ കേസിന്റെ തുടക്കത്തിൽ ആമുഖമായി ഹൈക്കോടതി പറഞ്ഞത്. ഹൈക്കോടതി പറഞ്ഞ ആ ഗൈഡ് ലൈനെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ന് വളരെ രസകരമായ ഒരുപാട് ചർച്ചകൾ ഞാൻ കേട്ടു. നമ്മുടെ പ്രധാനപ്പെട്ട പല മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത് ശ്രീ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനം പത്മകുമാർ വെളിപ്പെടുത്തിയ ചില വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ്. നോക്കൂ, ഇതിനകത്ത് അന്വേഷണ സംഘത്തിന്റെ ഓരോ ഘട്ടങ്ങളും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ സീല് വെച്ച കവറിലാണ് ഹാജരാക്കുന്നത്. പുറത്തു വന്ന ഏതെങ്കിലും ഒരു രേഖകൾ പത്മകുമാറിന്റെ മൊഴി ഇങ്ങനെയായിരുന്നു, അദ്ദേഹം കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്നുള്ള ഒരു വിവരം എവിടെ നിന്നാണ് ഈ മാധ്യമങ്ങൾക്ക് കിട്ടിയത്? ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ എല്ലാവരും ചെയ്യുന്ന ഒരു റിപ്പോർട്ടിങ്ങിന്റെ രീതി, ഒരു ന്യൂസ് റീഡർ ഒരു പ്രധാനപ്പെട്ട വാർത്ത വായിക്കുന്നു, അതിനുശേഷം ഒരു വിദഗ്ധൻ എന്നുള്ള നിലയിൽ അവരുടെ തന്നെ പോയിന്റിൽ സ്പോട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ലേഖകനോട് ചോദിക്കുകയാണ് എന്താണ് ഇന്ന് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനം. അപ്പോൾ അദ്ദേഹം വളരെ ഓഥന്റിക് ആയിട്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിനോട് മറുപടി പറയുകയാണ്, പത്മകുമാർ വെളിപ്പെടുത്തിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കടകംപള്ളി സുരേന്ദ്രനെ ഇന്ന് ചോദ്യം ചെയ്തത്. ഇത് ചോദ്യം ചെയ്യലാണോ മൊഴിയെടുപ്പാണോ, എന്താണ്, കാര്യങ്ങൾ തിരക്കാനായി വിളിച്ചതാണോ, ഈ തരത്തിലുള്ള യാതൊരു വ്യക്തതകളും യാതൊരു അടിസ്ഥാനപരമായ കൺക്ലൂസീവ് ആയിട്ടുള്ള യാതൊരു വിവരങ്ങളും കിട്ടാത്ത ഈ ലേഖകൻ വളരെ ഓഥന്റിക്കായി കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് വെക്കുകയാണ്. അടുത്തത് കടകംപള്ളിയാണ്, അടുത്തത് ഇന്നാരാണ്, ഇങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരോ പ്രതികളിലേക്ക് ഇത് കൊണ്ടുചെന്ന് എത്തിക്കണം എന്നുള്ള ഒരു മുൻധാരണയോടുകൂടി മാധ്യമ വിചാരണ ഹൈക്കോടതി പറഞ്ഞ ഗൈഡ് ലൈനിന് വിരുദ്ധമായി കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഒരു സംശയം കൂടി ഞാൻ മറ്റുള്ളവരിലേക്ക് പോകും മുമ്പ്, അതായത് എന്താണോ ഇക്കാര്യത്തിൽ സംഭവിക്കരുത് എന്ന് കോടതി പറഞ്ഞത് അതുപോലെയുള്ള ഒരു മാധ്യമ വിചാരണ, മീഡിയ ട്രയൽ ഈ കേസിലും സംഭവിക്കുന്നു. ഭാവി കാലത്ത് രേഖപ്പെടുത്താവുന്ന സംഭവിക്കാൻ പാടില്ലാത്ത മാധ്യമ വിചാരണയുടെ മറ്റൊരു അടയാളവും അധ്യായവുമായി ശബരിമല സ്വർണ്ണമോഷണ കേസ് മാറുന്നു എന്ന നിലയിലാണോ അഭിഭാഷകൻ എന്ന നിലയിൽ കാണുന്നത്? നമുക്ക് എത്രയോ പ്രമാദമായ കേസുകളിൽ സംഭവിച്ചിട്ടുണ്ട്. കേസും അന്വേഷണവും കോടതി വിധികളും പോകുന്നതിന് നേരെ എതിർദിശയിൽ മാധ്യമങ്ങൾ സ്വന്തമായി കഥകൾ മെനയുക, മൊഴികളെ തങ്ങളുടെ സ്കൂപ്പുകളാക്കി മാറ്റിയ മൊഴികൾ എന്ന മട്ടിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇന്ന് തന്നെ താങ്കൾ ഈ പറഞ്ഞതിൽ നിന്ന് ഈ വൈരുദ്ധ്യങ്ങളുണ്ട്. അതായത് ഇന്ന് ഒരു ചാനലിൽ ഒരു അവതാരക പറയുന്നത് കേട്ടു, ഹൈക്കോടതി കണ്ണു തുറന്നിരിക്കുന്നത് കൊണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഒരു നിവൃത്തിയുമില്ല എന്ന് വെച്ചാൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് നിവൃത്തിയില്ലാതെ അവരെന്തോ ചെയ്യുന്നു എന്ന നിലയിൽ. ഇപ്പോൾ പ്രജി പറഞ്ഞു പ്രത്യേക അന്വേഷണ സംഘത്തിന് പത്മകുമാറിൽ ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പോക്ക്. അസാമാന്യമായ പരസ്പര വിരുദ്ധമായ റിപ്പോർട്ടിങ്ങിലേക്ക് പോകുന്ന മീഡിയ ട്രയലിലേക്ക് ഞാൻ അതുകൊണ്ടാണ് 2020 ജലീലിൻ്റെ ഒരു അനുഭവം പ്രേക്ഷകർക്ക് മുമ്പാകെ ഈ ചർച്ചയുടെ കൂടി ഭാഗമായി വെച്ചത്. അപ്പോൾ കാരണം എന്തായിരുന്നു അന്നത്തെ ഒരു അവസ്ഥ? ED മൊഴിയെടുക്കാൻ വിളിപ്പിക്കുമ്പോൾ പിന്നീട് അതിൽ നിന്നും മെനഞ്ഞ ഒരു അനുഭവ തലമുണ്ട്. മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അത് ആ നിലയിൽ തന്നെ ശരിയല്ലാത്തതാണെന്ന ബോധ്യം അന്ന് തന്നെ വന്നത് ഇന്നും ഓർക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് മീഡിയ ട്രയൽ അത് വളരെ കോടതി പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അത് അവസാനിക്കാത്ത വിധം കഥമെനയിലായി അത്തരം മാധ്യമ വിചാരണ ഇവിടെയും ശക്തം. ആ അനുഭവമാണോ? അതാണ് ഞാൻ വീണ്ടും ആവർത്തിച്ചൊന്നുകൂടി അത് ചോദിക്കുന്നത്. അതാണ് ശരത്തെ, ഈ മാധ്യമ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതായത് SIT ഇങ്ങനെ ചോദ്യം ചെയ്യലാണ്, അത് പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എന്നൊക്കെ തരത്തിലുള്ള മാധ്യമ വിചാരണകളും അത്തരത്തിലുള്ള ഊഹാപോഹങ്ങളും ഓഥന്റിക്കായി കൺക്ലൂസീവായി കൊടുക്കുമ്പോൾ എനിക്ക് വളരെ രസകരമായി കഴിഞ്ഞ ദിവസങ്ങളിൽ തോന്നിയ ഒരു സംശയമുണ്ട്. കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഏറ്റവും ഗംഭീരമായി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ അന്വേഷണ സംഘത്തിന്റെ മുമ്പിൽ കേരളത്തിന്റെ മുൻ ആഭ്യന്തര മന്ത്രി പോയി ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വലിയ ഒരു കൊള്ള അല്ലെങ്കിൽ വലിയ ഒരു ക്രൈം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുമ്പ് കൊടുത്തത് കോൺഗ്രസിന്റെ മുൻ ആഭ്യന്തര മന്ത്രിയാണ് എന്നാണ് കോൺഗ്രസ്സുകാർ വളരെ ഊറ്റത്തോടു കൂടി കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് പറയുന്നതും ഈ തരത്തിൽ ഊഹാപോഹങ്ങളോടുകൂടി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ പറയുന്നതും. പക്ഷേ എനിക്കൊരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയ ഒരു സംശയം, ഈ തരത്തിൽ ഒരു സ്വർണ്ണക്കുള്ളയെ കുറിച്ച് വളരെ കൺക്ലൂസീവ് ആയിട്ടുള്ള അറിവ് കേരളത്തിന്റെ മുൻ ആഭ്യന്തരമന്ത്രിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരു SIT രൂപവൽക്കരണം വരെ അദ്ദേഹം കാത്തിരുന്നത് എന്തിനാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിന് തുല്യമായി തന്നെയാണ് അതിനെ രഹസ്യ സ്വഭാവത്തോടു കൂടി സൂക്ഷിക്കുന്നത്. എന്തേ അദ്ദേഹത്തിന് അന്ന് തന്നെ ഈ തരത്തിൽ വളരെ വലിയൊരു കൊള്ള അങ്ങനെ ശബരിമലയിൽ നടക്കുന്നു എന്നുള്ള അറിവുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പറയേണ്ട സന്ദർഭം ഇതാണോ?
അദ്ദേഹം അതിനെ രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് രാഷ്ട്രീയമായ ദുഷ്ടലാക്കോടുകൂടി മുമ്പോട്ട് പോകുമ്പോൾ കേരളത്തിന്റെ ഏതെങ്കിലും ഒരു മാധ്യമം ആ സാമൂഹ്യ പ്രവർത്തകനോട്, രാഷ്ട്രീയ പ്രവർത്തകനോട്, മുൻ ആഭ്യന്തര മന്ത്രിയോട് എപ്പോഴെങ്കിലും ഒന്ന് ചോദിച്ചോ എന്തേ ഇത്രയും വൈകിയത്, എന്തുകൊണ്ട് ഇതിനു മുമ്പ് പറഞ്ഞില്ല? അപ്പോ തീർച്ചയായും അദ്ദേഹം എന്തിനാണ് മറച്ചു പിടിച്ചത് എന്നുള്ള ഒരു ചോദ്യം ചെയ്യലിന് അദ്ദേഹവും വിധേയനായി കാണില്ലേ? ഏതെങ്കിലും ഒരു മാധ്യമം ചർച്ച ചെയ്തു? ചർച്ച ചെയ്യണ്ടേ ആ വിഷയം? കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് ചർച്ച ചെയ്യുകയും ഏറ്റവും കൂടുതൽ ഊറ്റം കൊണ്ടുകൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് ഞങ്ങളാണിത് നയിക്കുന്നത് എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ എന്തിനാണ് ഇത് മറച്ചു വെച്ചത് ഇത്രയും കാലം? ഒരു SIT രൂപീകരിക്കുന്നതിന്, അതും ആഭ്യന്തര മന്ത്രിയായിട്ടുള്ള ഒരാൾ, അദ്ദേഹം എന്തിനാണ്, ആഭ്യന്തര മന്ത്രിയായിരുന്ന ഒരാൾ, അദ്ദേഹം എന്തിനാണ് ഇത്രയും നാൾ ഇത്രയും വലിയ അക്ഷന്തവ്യമായ മൗനം അദ്ദേഹം അവലംബിച്ചത് എന്താണ് എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യണ്ടേ? ഈ മാധ്യമ വിചാരണ നടത്തുന്ന മാധ്യമങ്ങൾ ചർച്ച ചെയ്യണ്ടേ? ഇന്ന് ഇതുവരെ ചർച്ച ചെയ്തോ ഏതെങ്കിലും ഒരു മാധ്യമം? നിശ്ചയമായും പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ അടക്കം ഉയരേണ്ട ഒരു ചോദ്യം, ഉയരാതെ പോയൊരു ചോദ്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അത് മുൻ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ രമേശ് ചെന്നിത്തല തന്നെ വിശദീകരിക്കേണ്ടതുമാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അദ്ദേഹം ചോദിച്ചതാണ്, പ്രത്യേക അന്വേഷണ സംഘം വരുന്നതുവരെ എന്തിനു കാത്തിരുന്നു? മാത്രമല്ല, അന്വേഷണത്തിന് ഒരു ഘട്ടത്തിന് ശേഷമാണ് രമേശ് ചെന്നിത്തല അങ്ങനെ ഒരു ആ അറിവ് ഷെയർ ചെയ്തത് പോലും അതിനുശേഷമാണ് എന്നതുകൂടിയൊക്കെ അതിനകത്തുണ്ട്. ഇവിടെ ഞാൻ ശ്രീ റെജിയിലേക്കാണ് വരുന്നത്. ശ്രീ റെജി, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു. കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ അത് നിയമസഭയുമായി ബന്ധപ്പെടുത്തി പരിശോധിച്ചാൽ UDF തന്നെയാണ്. UDF ഈ അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനത്തെ ശക്തമായി എതിർത്തവരാണ്. ആ അന്വേഷണത്തിൽ യാതൊരു വിശ്വാസവുമില്ല എന്ന് പറഞ്ഞവരാണ്. മാത്രമല്ല, കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള CBIയിലായിരുന്നു അന്നത്തെ ഒരു ഘട്ടം വരെ പഥ്യമായി കരുതിയിരുന്നത്, അല്ലെങ്കിൽ താല്പര്യമായി പറഞ്ഞിരുന്നത്. നോക്കൂ, ഇന്നിപ്പോൾ കേരള ഹൈക്കോടതിയുടെ 2-അംഗ ബെഞ്ച് വളരെ കൃത്യമായി സ്ക്രൂട്ടണി ചെയ്ത് വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകുന്ന അന്വേഷണം, ഒരു പരാതിയും അന്വേഷണത്തെക്കുറിച്ച് കോടതിക്കില്ല. പൊതുസമൂഹത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യാർത്ഥം പല വിവാദങ്ങളും രാഷ്ട്രീയ എതിരാളികൾ ഈ സർക്കാരിനെ സംബന്ധിച്ച് ഉണ്ടാക്കുന്നുണ്ടാവാം. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ച് ആധികാരികമായി എന്താണ്, ഈ പ്രത്യേക അന്വേഷണ സംഘം വളരെ സമഗ്രമായി, വളരെ ശാസ്ത്രീയമായി, ശരിയായ രീതിയിൽ അന്വേഷണത്തെ കൊണ്ടുപോകുന്നു, കോടതി ശരിവെക്കുന്നു. ആ നിലയിൽ ആളുകൾ ഉറ്റുനോക്കുകയാണ് അന്വേഷണത്തെ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ആ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞവരാണ് ഈ പ്രതിപക്ഷം എന്നുള്ളത് കൂടിയുണ്ട്. ഇന്നത്തെ കടകംപള്ളിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പ്രതിപക്ഷ നേതാവായ VD സതീശൻ എന്തേ നാളിതുവരെ മുമ്പ് രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ഉന്നയിച്ച ആരോപണവുമായി ബന്ധപ്പെട്ട തെളിവുകൾ പൊതുസമൂഹത്തിന് മുമ്പാകെ നൽകാത്തത്? കോടതിയിൽ കൊടുത്തോളാം എന്നാണ് പറഞ്ഞത്. ഇതുവരെ അതും ചെയ്തിട്ടില്ല. അതല്ലേ ഇതിനകത്തെ തിരിച്ചുയരുന്ന ചോദ്യങ്ങൾ, പ്രതിപക്ഷവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ചോദ്യങ്ങൾ. പ്രതിപക്ഷത്തിൻ്റെ ഉദ്ദേശശുദ്ധി ശരിയാം വണ്ണമാണ് എങ്കിൽ ഇക്കാര്യങ്ങളിൽ അങ്ങനെ പെരുമാറാൻ പ്രതിപക്ഷവും ബാധ്യസ്ഥമല്ലേ? നോക്കൂ ശരത്ത്, ഇത് ഈ ശബരിമല എന്ന അതിപവിത്രമായ ഒരു ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കൊള്ള നടക്കുന്ന ഒരു സംഭവം ഈ കേരളത്തിലെ ജനങ്ങൾ ആകമാനം, ഇന്ത്യ മഹാരാജ്യം അല്ലെങ്കിൽ കേരളത്തെക്കുറിച്ച് അറിയുന്നവ മുഴുവൻ ജനങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമല്ലേ? തർക്കമില്ല. അത് ഉത്തരവാദിത്വത്തോടു കൂടി ഏറ്റെടുക്കുന്നു, അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉന്നയിക്കുന്നു എന്നുള്ളതാണോ ഇവിടുത്തെ പ്രതിപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസ് ചെയ്യുന്ന തെറ്റ്? ഉന്നയിക്കുമ്പോൾ റജി, അതാണ് ആ ചോദ്യം. ഉന്നയിക്കുമ്പോൾ എന്തേ പ്രതിപക്ഷ നേതാവ് കടകംപള്ളി സുരേന്ദ്രനെതിരെ അതേ മാനനഷ്ട കേസ് കൊടുത്തല്ലോ, തെളിവുകളുണ്ട് എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തേ അത് മറച്ചു വെക്കുന്നു? തെളിവുകളുണ്ടെങ്കിൽ കോടതിയിൽ കൊടുക്കാമെന്നുണ്ട്, കോടതിയിൽ കൊടുത്തോ? പൊതുസമൂഹത്തോട് പറഞ്ഞോ? അപ്പോൾ അങ്ങനെയും കൂടി ചില ഉത്തരവാദിത്വം ഉണ്ടെന്നേ. ഇങ്ങനെ വിതറി ആരോപണങ്ങൾ പോയാൽ പോരാ. മുമ്പ് ഫോണിൻ്റെ കാര്യത്തിൽ അദ്ദേഹം അത് ചെയ്തു. ഹൈക്കോടതിയിലേക്ക് പോയി, അദ്ദേഹത്തിൻ്റെ ഹർജി തള്ളി, വിമർശനം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. മുൻ പ്രതിപക്ഷ നേതാവിൻ്റെ ഹർജി ആരോപണവുമായി ബന്ധപ്പെട്ട് തള്ളി. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, നിങ്ങൾ ആരോപിക്കുമ്പോൾ അതിന് തെളിവെവിടെ? ബോധ്യം വരണ്ടേ നാടിന്? അതെന്താ ചെയ്യാത്തതെന്നാണ് ആ ചോദ്യം. കേരളത്തിൻ്റെ ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് ഒരിടത്തും ഒളിച്ചോടിയിട്ടില്ല. വ്യക്തമായ തെളിവും എല്ലാ വിശദാംശങ്ങളും അദ്ദേഹത്തിൻ്റെ കൈവശം തന്നെയുണ്ട്. അത് മാനനഷ്ട കേസിൻ്റെ രീതി, കോടതി നടപടികൾ അതിൻ്റെ ക്രമത്തിൽ പോയിക്കോട്ടെ ശരത്ത്. നമ്മൾ അതിനകത്ത് എന്തിനാണ് ഇടപെടുന്നത്? ഇവിടെ വിഷയം അതല്ല. രണ്ട് റജി, അങ്ങനെയാണെങ്കിൽ അത് ആ മാനനഷ്ട കേസിനപ്പുറം, ആ മാനനഷ്ട കേസിന് കരുതി വെക്കാവുന്ന ഒരു തെളിവായിട്ടാണോ പ്രതിപക്ഷ നേതാവ് അതിനെ കാണുന്നത്? ശബരിമലയും താങ്കൾ പറഞ്ഞ പവിത്രമായ, എല്ലാവരും ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിൽ ഹൈക്കോടതിയുടെ 2-അംഗ ബെഞ്ച്, ദേവസ്വം ബെഞ്ച് വളരെ കൃത്യമായി സ്ക്രൂട്ടണി ചെയ്തു പോകുന്ന ഒരു കേസിൽ അവിടേക്ക് അദ്ദേഹത്തിന് അവതരിപ്പിക്കാമല്ലോ. അല്ലെങ്കിൽ ഈ അന്വേഷണ സംഘത്തിൽ രമേശ് ചെന്നിത്തല ചെയ്തതുപോലെ എന്തുകൊണ്ടാണ്, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ആ മൊഴി കൊടുക്കാമായിരുന്നല്ലോ, എന്തേ ഇതുവരെ ചെയ്യാതിരുന്നത്? ആളുകൾ ചോദിക്കില്ലേ? VD സതീശൻ കടകംപള്ളി സുരേന്ദ്രനെതിരെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ ഈ അന്വേഷണ സംഘവുമായി ഷെയർ ചെയ്യാത്തത്? അങ്ങനെ ഉണ്ടെങ്കിൽ അതിനർത്ഥമില്ല എന്നല്ലേ? ആളുകൾ അങ്ങനെയല്ലേ ചിന്തിക്കൂ?
കേരളത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവ് അത് ചെയ്തില്ലേ, അത് എന്തുകൊണ്ട് ചെയ്യാത്തത് എന്നുള്ള എത്ര ഉത്തരവാദിത്തം ഇല്ലാത്ത അല്ലെങ്കിൽ ബാലിശമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇപ്പോൾ SIT എന്ന് പറയുന്നത് കേരള ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ നടത്തുന്ന ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സംബന്ധിച്ച് ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷത്തിന് അത് സംബന്ധിച്ച് ആശങ്കകൾ ഇപ്പോഴില്ല. പക്ഷേ ഇപ്പോൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച കാരണം എന്താണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദമുണ്ടായി. കാരണം തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ശ്രീ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നത് തടസ്സം അല്ലെങ്കിൽ അതിലൊരു ഡിലേ ഉണ്ടായി. അതുപോലെ 2 പ്രധാനപ്പെട്ട പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ SITക്ക് മേൽ ചില അറസ്റ്റുകൾ ഉണ്ടാവുന്നതിന് സമ്മർദ്ദം ചെലുത്തി. ഈ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ആ ഉദ്യോഗസ്ഥരുടെ പേരൊന്നും പറഞ്ഞിരുന്നില്ല. റജി, എൻ്റെ സംശയം ഇപ്പോഴും അതാണ്. നിങ്ങൾ അങ്ങനെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം, അതാണ് പ്രതിപക്ഷം. പക്ഷേ ചോദിക്കുമ്പോൾ ഇത്ര പ്രധാനപ്പെട്ട അന്വേഷണം ഉള്ള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണല്ലോ അന്വേഷണ സംഘം. അന്വേഷണ സംഘത്തിനോട് ഈ അറിയാവുന്ന വിവരം എന്തുകൊണ്ടാണ് VD സതീശൻ പങ്കുവെക്കാത്തത്? ഇപ്പോൾ രമേശ് ചെന്നിത്തല പോയി പങ്കുവെച്ചല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ കേസിൽ നിന്ന് ഭിന്നമായി ഇപ്പോൾ വിഗ്രഹക്കടത്ത് അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാനങ്ങളുള്ള ഒരു പുതിയ വിവരത്തിൽ അതും അന്വേഷിക്കുന്ന അന്വേഷണ സംഘം. പക്ഷേ എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ആ തെളിവുകൾ കൊടുക്കുന്നില്ല, ഷെയർ ചെയ്യുന്നില്ല? അതിനർത്ഥം ആളുകൾ എന്താണ് ധരിക്കേണ്ടത്? റജിക്കാണ് അങ്ങനെ ഒരു ധാരണയുണ്ട് എങ്കിൽ, ഒരു അറിവുണ്ട് എങ്കിൽ, ഒരു അന്വേഷണം നടക്കുമ്പോൾ അതുമായി സഹകരിച്ച് പങ്കുവെക്കില്ലേ? നിങ്ങൾ അന്വേഷണത്തെ എതിർക്കുന്നില്ല, അംഗീകരിക്കുകയാണ്, അപ്പോൾ കൊടുക്കണ്ടേ? അങ്ങ് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ഇതിൻ്റെ ഓരോ അന്വേഷണ ഘട്ടവും വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചുകൊണ്ട് ഓരോ നിരീക്ഷണങ്ങളും വിമർശനങ്ങളും ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്താണ്? ഇന്നത്തെ ദിവസം മുൻ ദേവസ്വം മന്ത്രി എന്ന നിലയിൽ കടകംപള്ളി സുരേന്ദ്രനെ വിളിച്ച് മൊഴിയെടുത്തു. അത് പ്രധാനപ്പെട്ട വാർത്തയായി വന്നിരിക്കുമ്പോൾ അങ്ങനെ ആ സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞെന്താണ്? അന്ന് മന്ത്രി എന്ന നിലയിൽ കാര്യങ്ങൾ എന്നോട് ചോദിച്ചു, ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ചു ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട്. ആ തെളിവുണ്ടെന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവാണ്, അല്ലാതെ വേറെ ആരുമല്ല. എങ്കിൽ എന്തുകൊണ്ടാണ് ആ തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറാൻ തയ്യാറാകാതിരുന്നത്? ഇത് പറയണ്ടേന്ന് ഞാൻ ചോദിച്ചുള്ളൂ. നോക്കൂ ശ്രീ ശരത്ത്, ഇന്ന് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലോ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്നറിയാമോ? അതായത് ശബരിമല സ്വർണ്ണ ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാർക്കും ദേവസ്വം ബോർഡുമായും ബന്ധപ്പെടുത്തി കൊടുത്തത് ഈ കടകംപള്ളി സുരേന്ദ്രന് വലിയ പങ്ക് ഉണ്ട് എന്നുള്ളതാണ്. അല്ല, ആ തെളിവ് പങ്കുവച്ചില്ല, തെളിവുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാഷ്ട്രീയമായ സ്റ്റേറ്റ്മെന്റ് ഇറക്കാം, ആരോപണം ഉന്നയിക്കാം. അദ്ദേഹം ആ ആരോപണത്തിൽ പറഞ്ഞത് തെളിവുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തെളിവ് എന്തേ കൊടുക്കാത്തത്? നോക്കൂ, അത് മാധ്യമങ്ങൾക്ക് മുമ്പിലാണോ തെളിവ് നൽകേണ്ടത്? അത് അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ ഉത്തരവാദിത്തപ്പെട്ട അവിടെ കൊടുത്തില്ല. അതാ കറക്റ്റ്. റജി ആ ട്രാക്കിൽ വന്നു. റജി തന്നെ സമ്മതിച്ചു മാധ്യമങ്ങൾക്ക് മുമ്പില്ല, വേണ്ട, കൊടുക്കാനേ പാടില്ല, മീഡിയ ട്രയൽ അല്ല വേണ്ടതല്ലേ നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. എന്തുകൊണ്ട് അന്വേഷണ സംഘത്തിന് മുമ്പാകെ കൊടുത്തില്ല? റജിക്ക് തന്നെ ബോധ്യമായി, എന്തുകൊണ്ട് കൊടുത്തില്ല? നോക്കൂ, അന്വേഷണം കേരള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തുകയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യിക്കാനാണ് ശ്രമിക്കുന്നത്. രമേശ് ചെന്നിത്തല അന്വേഷണ സംഘത്തിന് മുമ്പാകെ പോയല്ലോ, മൊഴി കൊടുത്തല്ലോ, അതും മുഖവിലക്കെടുത്തല്ലേ ഇപ്പോൾ അന്വേഷണം പോകുന്നത്. എന്തുകൊണ്ടാണ് VD സതീശൻ അന്നത്തെ ദേവസ്വം മന്ത്രിക്കെതിരെ ഇങ്ങനെ രാഷ്ട്രീയമായ ആരോപണം ഉന്നയിച്ച് പോകുമ്പോൾ തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരുന്നത്? താരതമ്യം സ്വാഭാവികമല്ലേ? രമേശിനാകാം, VD സതീശനാകില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നോക്കൂ, നിങ്ങൾ അവിടെ നിങ്ങളുടെ രാഷ്ട്രീയ ദുഷ്ടലാക്കാണ് അവിടെ കാണുന്നത്. ഇപ്പം ബഹുമാന്യനായ രമേശ് ചെന്നിത്തലയ്ക്ക് അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്ത് സംഘവുമായി അതിൽ നിന്ന് അറിവ് ലഭിച്ച ഒരു വ്യവസായി അദ്ദേഹത്തിനോട് ചില വിവരങ്ങൾ പറഞ്ഞു. ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു മുൻ ആഭ്യന്തരമന്ത്രിയും മുൻ മന്ത്രിയും അതുപോലെ മുൻ പ്രതിപക്ഷ നേതാവും എന്നുള്ള നിലയിൽ അദ്ദേഹം ആ വിവരം SITക്ക് ഒരു കത്ത് മുഖേന അറിയിച്ചു. SIT അദ്ദേഹത്തെ ക്ഷണിച്ചു ആ വിവരങ്ങൾ ലഭ്യമാക്കുക എന്ന് പറഞ്ഞിട്ട്. ആ ഘട്ടത്തിൽ അദ്ദേഹം അത് സംബന്ധിച്ച് അദ്ദേഹത്തിന് ലഭ്യമായ വിവരങ്ങൾ കൈമാറി. ഇവിടെ അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടോ? VD സതീശൻ അറിയാവുന്ന വിവരങ്ങൾ, അതും തെളിവാണ്, അറിവ് മാത്രമല്ല, തെളിവുണ്ടെന്നാണ് പറഞ്ഞത്. ആ തെളിവ് എന്തേ കൈമാറിയില്ല എന്നേ ഇത്രയേ ഉള്ളൂ ചോദ്യം. അല്ല, നിങ്ങൾ VD സതീശന് തെളിവുണ്ടെന്നോ അദ്ദേഹം കൊണ്ട് കൊടുക്കണമോ എന്ന് പറയുന്നതിന്റെ ദുഷ്ടലാക്ക് എന്താണെന്ന് അറിയാമോ? SITയുടെ അന്വേഷണത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റുക, മാധ്യമ ശ്രദ്ധ മാറ്റുക. അല്ലെങ്കിൽ ഇവിടെ നോക്കൂ, SITയെ കുറെ കൂടി സഹായിക്കുകയല്ലേ ചെയ്യുന്നത്? ഒരിക്കലും അല്ല. അല്ലേ? അല്ല, VD സതീശൻ അറിയാവുന്ന വിവരങ്ങൾ കൈമാറിയാൽ അന്വേഷണത്തെ ബലപ്പെടുത്തുകയല്ലേ ചെയ്യുക? ബഹുമാനായ VD സതീശൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹമാണ് അന്വേഷണം. ഒരു സാധാരണക്കാരനാണെങ്കിൽ ആ വഴിക്ക് വിടാം, പക്ഷെ അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്.
അദ്ദേഹത്തിന് ആ ഉത്തരവാദിത്വമുണ്ട്. അദ്ദേഹം എന്നിട്ടും അങ്ങനെയാണെങ്കിൽ എന്താണ് ഒഴിഞ്ഞു പോയത്? കൊടുക്കണ്ടേ? അദ്ദേഹം ഒഴിഞ്ഞു പോയെന്നോ അദ്ദേഹം മാറി നിൽക്കുന്നെന്നോ ഒക്കെ അങ്ങോട്ട് ആരാണ് ഇല്ലെങ്കിൽ റജി എനിക്ക് പറഞ്ഞാൽ അദ്ദേഹം മതി. ഇതെല്ലാം വളരെ റജി പറഞ്ഞാൽ മതി, ഞാൻ വിശ്വസിക്കാം. സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്നൊന്നായി ശരിയായിക്കൊണ്ടിരിക്കുകയല്ലേ. അതാണ് സുരേഷ് കുമാർ, അതായത് പ്രതിപക്ഷ നേതാവ് സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കടകംപള്ളിക്കെതിരെ ആരോപണം ഞാനൊന്നും ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. നാളിതുവരെ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുന്നോട്ട് പോയിട്ടില്ല. ഇതാണ് അതിൻ്റെ ഒരു ഭാഗം. അത് അദ്ദേഹം പറഞ്ഞതുമായി ബന്ധപ്പെടുത്തി ഞാൻ ചോദിച്ചാണ്. പക്ഷേ ഇപ്പുറത്ത് നോക്കൂ, ഇന്നിപ്പോൾ കടകംപള്ളിയെ മൊഴിയെടുക്കാനായി വിളിക്കുന്നു, വിവരങ്ങൾ തിരക്കുന്നു, രേഖപ്പെടുത്തുന്നു, അദ്ദേഹം പോകുന്നു. അല്ലെങ്കിൽ ആ വാർത്ത പുറത്തു വരുന്നു, കഴിഞ്ഞ ദിവസമായിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പം ഞാൻ പറഞ്ഞത്, പക്ഷേ ഇത് മാധ്യമങ്ങളാകെ ഇതുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിലേക്ക് കോൺഗ്രസ് അടങ്ങുന്ന പ്രതിപക്ഷവും കൊടുക്കുന്ന ഒരു പരിപ്രേക്ഷ്യം എന്താണ്? ഉന്നതരിലേക്ക് അന്വേഷണം പോകുന്നു. CPM ആ നിലയിൽ വളരെ ആശങ്കാജനകമായ ഒരു ഘട്ടത്തെ നേരിടാൻ പോകുന്നു എന്ന നിലയിലേക്കുള്ള ഒരു നിരീക്ഷണ സമൂഹത്തിലാണ് CPIM ഇതിനോട് വിശദീകരിക്കേണ്ടി വരുന്നത്. ആ നിലയിൽ ഒരു വെല്ലുവിളി ഇന്നത്തെ ഈ ദിവസം ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ CPIMന് മുമ്പിൽ ഉണ്ടാക്കുന്നുണ്ടോ ശ്രീ സുരേഷ് കുമാർ? അല്ല, ഞാനിവിടെ നടത്തിയ ഒരു ചർച്ചയിൽ ഇപ്പോൾ ഒരു തർക്കം ഉണ്ടായി. ആ തർക്കത്തെ സംബന്ധിച്ച് ഒരു കാര്യം കൃത്യമായി പറയാൻ എന്നെ അനുവദിക്കണം. അതിനകത്ത് ഇന്ത്യ മഹാരാജ്യത്ത് അടിയന്തരാവസ്ഥ ഉണ്ടാകുന്നതിന് കാരണമായിട്ടുള്ള ഒരു കോടതി പരാമർശമുണ്ട്. ആ കോടതി പരാമർശം അലഹബാദ് ഹൈക്കോടതിയുടെ പരാമർശമാണ്. ശ്രീ രാജ്നാരായണൻ നൽകിയ ഒരു ഹർജിയുമായി ബന്ധപ്പെട്ട്. അത് കഴിഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു മുഖ്യധാര രാഷ്ട്രീയ നേതാവിനോട് ഒരു ബഹുമാനപ്പെട്ട കോടതി വളരെ കൃത്യതയോടുകൂടി അദ്ദേഹത്തിൻ്റെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായൊരു പരാമർശം നടത്തിയത് ബഹുമാന്യനായ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനോടാണ്. ആ പരാമർശം ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് നോട്ട് എ പബ്ലിക് ലിറ്റിഗേഷൻ ഇൻട്രസ്റ്റ്, ഇറ്റ് ഈസ് ഓൺലി പബ്ലിസിറ്റി ഇൻട്രസ്റ്റ്. ഇത് പറഞ്ഞത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ മുഖത്ത് നോക്കിയാണ്. അല്പമെങ്കിലും നാണവും മാനവും ഉണ്ടായിരുന്നുവെങ്കിൽ അന്ന് ഈ സ്ഥാനം രാജിവെച്ച് ഒഴിഞ്ഞു പോകേണ്ടതാണ്. ഈ നിർഭാഗ്യവശാൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം അക്കാര്യം ചർച്ച ചെയ്യാനോ അദ്ദേഹത്തിൻ്റെ പബ്ലിസിറ്റി ഇൻട്രസ്റ്റിനെ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് മുന്നിൽ ഡിസ്കസ് ചെയ്യാനോ അന്നത്തെ എന്തോ കാരണത്താൽ സാധിച്ചില്ല എന്നുള്ളതിൽ ആ ഒറ്റ കാരണം കൊണ്ട് തടിതപ്പിയ ആളാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. അസ്ഥാനത്ത് ആളുകൾക്കെതിരായി പരാമർശം ഉന്നയിക്കുക, ആ പരാമർശങ്ങളെന്ന് പറയുന്നത് ആരോപണങ്ങൾ ഉന്നയിക്കുക, ആരോപണങ്ങൾ ഉന്നയിച്ചതിന് ശേഷം തെളിവ് എവിടെയെന്ന് കേൾക്കുമ്പോൾ കൈമലർത്തി കാണിക്കുക. ഞാൻ പലപ്പോഴും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കോമിക് ക്യാരക്ടറിന് തുല്യമാണ്. അതല്ല, കേരളത്തിലെ ജനങ്ങളോട് അദ്ദേഹത്തിന് വളരെയധികം ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം കൃത്യമായി നിറവേറ്റാത്തത് കൊണ്ടാണ് കോടതി പോലും അദ്ദേഹത്തോട് നിങ്ങൾ കാണിക്കുന്നത് പബ്ലിസിറ്റി ഇൻട്രസ്റ്റാണ്. ഇതെൻ്റെ പരാമർശമല്ല കേട്ടോ, ബഹുമാനപ്പെട്ട കോടതിയുടെ പരാമർശമാണ്, ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനോട് നടത്തിയതാണ്. ഇവിടെ ഈ അന്വേഷണത്തെ സംബന്ധിച്ച് നമുക്കറിയാം, SITയെ സംബന്ധിച്ച് തന്നെ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും വ്യത്യസ്ത സമയത്ത് വ്യത്യസ്ത നിലപാടാണ്. ഇന്ന് ശനിയാഴ്ച ബഹുമാനപ്പെട്ട മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രനോട് അദ്ദേഹം അന്ന് ആ കാലയളവിൽ മന്ത്രിയായിരുന്നതുകൊണ്ട് ചില കാര്യങ്ങൾ ചോദിച്ച് അറിയുന്നതിന് വേണ്ടി, അതിന് ഏത് രൂപത്തിൽ വേണോ, നമുക്ക് മലയാളത്തിൽ വാക്കുകൾക്ക് ക്ഷാമമില്ലാത്തത് കൊണ്ട് ഏത് വാക്ക് വേണോ നമുക്കെടുത്ത് പരാമർശ വിധേയമാക്കാം, അദ്ദേഹത്തെ വിളിപ്പിക്കുകയും അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ചോദിച്ച് അറിയുകയും ചെയ്തിട്ടുണ്ട്. അതിനെ ആ സമയം വരുമ്പോൾ, ആ വാർത്ത പുറത്തു വരുമ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, ഏറ്റവും ബെസ്റ്റ് ടീം, പക്ഷേ അദ്ദേഹത്തെ വിളിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന രൂപത്തിൽ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ നടക്കുന്ന ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വളരെ മോശം. ഇത് ഇരട്ടത്താപ്പല്ലേ? ഇതല്ലേ കോൺഗ്രസും വലതുപക്ഷ രാഷ്ട്രീയവും അതിൻ്റെ നേതാക്കന്മാരും തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നത്? മറ്റൊരു കാര്യം കൂടെയുണ്ട്. തുടർച്ചയായി ഇടതുപക്ഷ നേതാക്കന്മാർക്കെതിരായി ശബരിമല സ്വർണ്ണ അപഹരണവുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുക, സ്ഥാനത്തും അസ്ഥാനത്തും ഒരു തെളിവിൻ്റെയും പിൻബലമില്ലാതെ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഇവിടെ ബഹുമാനപ്പെട്ട UPAയുടെ ചെയർപേഴ്സണായിരുന്ന ഇന്ത്യയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒരാളായിട്ടുള്ള സോണിയാഗാന്ധിയുമായി ഈ സ്വർണ്ണ അപഹരണ കേസിലെ മുഖ്യ പ്രതികൾ ഒരു MLAയുടെയും MP-യുടെയും, ആ MP ചെറിയ ആളല്ല, അദ്ദേഹം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറാണ്. MP KPCC പ്രസിഡന്റായി പരിഗണിക്കപ്പെട്ട് കപ്പിനും ചുണ്ടിനുമിടയിൽ ആ സ്ഥാനം നഷ്ടപ്പെട്ടു പോയ ആളാണ്. ആ രണ്ടാളുകൾക്കൊപ്പം നിന്നുകൊണ്ട് സോണിയാഗാന്ധിയുടെ കയ്യിൽ, ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയുടെ കയ്യിൽ ബ്രേസ്ലെറ്റോ വളയോ ചരടോ ഒക്കെ അണിയുന്ന നിരവധി ഫോട്ടോകൾ പുറത്തു വന്നു. അതിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറുക, അവരോട് ദേഷ്യത്തോടു കൂടി സംസാരിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഇതല്ലേ ഇരട്ടത്താപ്പ്? ഇവിടെ
മാധ്യമങ്ങൾ പോലും കൃത്യമായി, മാധ്യമങ്ങളും നിഷ്പക്ഷ നിരീക്ഷകരായി ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളുകൾ പോലും കൃത്യമായി ഈ കാര്യത്തിൽ പാർഷ്യാലിറ്റി കാണിക്കുകയാണ്. അവരുടെ, ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, അവരുടെ നിഷ്പക്ഷതയിൽ വലിയ പക്ഷപാതിത്വം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന നിഷ്പക്ഷ നിരീക്ഷകർ മാത്രമല്ല, മാധ്യമങ്ങൾ പോലും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യത്തിൽ വലിയ പക്ഷപാതിത്വത്തോടുകൂടി ഈ കാര്യങ്ങളെ സമീപിക്കുന്ന സമീപനമുണ്ട്. ഒരുപക്ഷെ വളരെ പക്ഷപാതപരമായ സമീപനത്തോടെ ഏതെങ്കിലും ഒരു ചർച്ചയിൽ പങ്കെടുത്തതിൻ്റെ ഒരു അനുഭവത്തിൽ കൂടിയാണോ സുരേഷ് ഇത് പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കേട്ടപ്പോൾ ചോദിക്കാൻ തോന്നിയ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ മാധ്യമങ്ങളുടെയും ചില മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിൻ്റെ ഇരട്ടത്താപ്പിനെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ റെജിയും പറഞ്ഞൊരു കാര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ മൊഴിയെടുക്കുക, അല്ലെങ്കിൽ ആ മൊഴിയെടുക്കുന്നതിനെ കടകംപള്ളിയെ ചോദ്യം ചെയ്യലായി ചിത്രീകരിക്കുക, അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കാതിരിക്കാൻ സർക്കാർ ഇടപെട്ടു എന്നൊരു ആരോപണം പ്രതിപക്ഷം മുന്നോട്ട് വെച്ചു. ഇന്നിപ്പോൾ ആ വാർത്ത പുറത്തു വരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച, നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞു, മൊഴിയെടുത്തത് ശനിയാഴ്ചയാണ്. അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ എങ്ങനെയാണ് അതിനെ ചിത്രീകരിക്കുന്നത്, കോൺഗ്രസ് എങ്ങനെയാണ് അതിനെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്, താങ്കൾക്ക് നന്നായി അറിയാം. അത് CPM സംബന്ധിച്ച് വെല്ലുവിളി നിറഞ്ഞ ഒരു സാഹചര്യമുണ്ടോ? ഇതായിരുന്നു ഞാൻ ആദ്യം അതിനോടൊപ്പം ചേർത്ത് ചോദിച്ചൊരു ചോദ്യം. അതേക്കുറിച്ച് കൂടി മറുപടി എന്താണ്? അല്ല, CPM സംബന്ധിച്ച് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കൃത്യമായി, ക്രിസ്റ്റൽ ക്ലിയറായി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ആധികാരികമായി സംസാരിക്കുന്ന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള, ഞാൻ പേരുകൾ പരാമർശിക്കുന്നില്ല, നേതാക്കന്മാർ വളരെ കൃത്യമായി പറഞ്ഞു, ഒരാളെപ്പോലും ഇത്തരം കാര്യങ്ങളിൽ ആർക്കെങ്കിലും ഇവരുടെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ചാണ്. ഇപ്പോൾ ഒന്നോ രണ്ടോ CPM നേതാക്കന്മാർ ജയിലിൽ, റിമാൻഡിൽ, ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. അതുപോലെ തന്നെ അവിടെയും ഒരു പക്ഷപാതിത്വമുണ്ട്. അവരുടെ രാഷ്ട്രീയത്തെ മാത്രം, അവർ പിൻപറ്റുന്ന രാഷ്ട്രീയത്തെ മാത്രം സമൂഹത്തിന് മുന്നിൽ വെളിച്ചത്ത് കൊണ്ടുവരാൻ വ്യഗ്രത കാണിക്കുന്ന ആളുകൾ, അവരോടൊപ്പം ജയിലിൽ കിടക്കുന്ന INDCയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഭാരവാഹികളായിട്ടുള്ള ആളുകളുടെ രാഷ്ട്രീയം ബോധപൂർവം ഹിഡൻ ചെയ്യുകയാണ്. ഇതാണ് നമ്മൾ കാണേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിരോധാഭാസങ്ങളിൽ ഒന്ന്. ഇവിടെ ഞങ്ങളുടെ ഭാഗം വളരെ ക്ലിയറാണ്. അങ്ങനെ ഒളിക്കാൻ ഞങ്ങൾക്കൊന്നും തന്നെയില്ല. ഞങ്ങളുടെ നേതാക്കന്മാർ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന ആളുകളുടെ പോലും ഇൻവോൾവ്മെൻറ്റ് അത് പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അവർക്ക് എന്താണ് സംഭവിച്ചത്, അവർ ഏത് രൂപത്തിലാണ് ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത്, ബോധപൂർവമാണ് എങ്കിൽ അവർക്ക് ഈ പാർട്ടിക്കകത്ത് സ്ഥാനമുണ്ടാകില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിച്ചത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അതിനപ്പുറം ആധികാരികമായി പറയാൻ ഞാനല്ല. മനസ്സിലായി. ഇന്നലെയും ഈ ചോദ്യം പത്മകുമാറിനെതിരെ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്നൊരു ചോദ്യം മാധ്യമപ്രവർത്തകരിൽ നിന്ന് വന്നപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി അതേക്കുറിച്ച് വിശദീകരിച്ച ഒരു ഭാഗത്തെ ഉദാഹരിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുരേഷ് അത് സംസാരിച്ചതെന്ന് മനസ്സിലാവുന്നുണ്ട്. ഞാൻ പ്രിജിയിലേക്കൊരു കാര്യം, ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് ഞാൻ നേരത്തെ റിജിയുമായി സംസാരിച്ചപ്പോൾ ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് പ്രിജി തന്നെ എടുത്തിട്ടു സംസാരിച്ചു. ഞാൻ പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ട ആ കോണ്ടെക്സ്റ്റ് ഓർമ്മയുണ്ടല്ലോ, അത് നേരത്തെ സംസാരിച്ചത് ഓർമ്മയുണ്ടല്ലോ. പ്രതിപക്ഷ നേതാവായ VD സതീശൻ ഇന്നിപ്പോൾ കടകംപള്ളിയുടെ മൊഴിയെടുത്തതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ കേസിൽ നിൽക്കുന്ന സമയവുമാണല്ലോ. VD സതീശൻ ഈ കേസിൽ ഇങ്ങനെ ആരോപണം ഉന്നയിച്ച് തെളിവുണ്ട് എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് എങ്ങനെയാവണമായിരുന്നു പെരുമാറേണ്ടിയിരുന്നത്? അതാണ് നേരത്തെ ഞാനും റജിയും തമ്മിൽ സംസാരിച്ചത്. പ്രിജി എന്തു പറയും? നേരത്തെ ഇതിനകത്ത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി, നമ്മുടെ ഒരു ഫുട്ബോൾ കളി നടക്കുമ്പോൾ അതിനകത്ത് റഫറി തന്നെ പോയി കമന്ററി പറയുന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു കമന്ററി പറയുന്ന ജോലി മാത്രമാണ് പ്രതിപക്ഷ നേതാവിനുള്ളത് എന്നുള്ള നിലയിലേക്ക് ഈ വിഷയത്തെ കാണുന്നത് ശരിയല്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായും അത് കൈമാറേണ്ടത് അന്വേഷണ സംഘത്തിനല്ലേ. അദ്ദേഹം ഇങ്ങനെ ഉണ്ടയില്ലാത്ത ഓരോരോ വെടികൾ ഇങ്ങനെ പൊട്ടിക്കുകയും പൊതുസമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കാതലായ എന്തെങ്കിലും കാര്യങ്ങൾ ഇവരുടെ ആരുടെയെങ്കിലും പക്കലുണ്ടോ? ഇതിനെയെല്ലാം രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ള ഒരു അജണ്ടയല്ലാതെ, ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ വക്താവ് പറഞ്ഞിട്ടുള്ള രസകരമായ ഒരു കാര്യം, ആ വരികൾക്കിടയിലൂടെ ഒരുപക്ഷെ ശരത്ത് ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. അതായത് രമേശ് ചെന്നിത്തലയെ SIT ക്ഷണിച്ചു വരുത്തുകയും കടകംപള്ളി സുരേന്ദ്രനെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നു എന്നാ പറയുന്നത്. ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുകയും ചെയ്യുന്നു. അതേസമയം രമേശ് ചെന്നിത്തലയാകുമ്പോൾ അത് ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുന്നു. ഇനി അതുപോലെ VD സതീശനെ ക്ഷണിച്ചു വരുത്താനായി കാത്തിരിക്കുകയാണോ ഈ കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഏത് നിയമപരമായിട്ടുള്ള ഏത് വകുപ്പിന്റെ കീഴിൽ വെച്ച് പരിശോധിച്ചാലും
നമുക്ക് ഒരു കുറ്റകൃത്യത്തെ സംബന്ധിച്ച് അറിവ് കിട്ടുകയാണെങ്കിൽ അത് ഏർലിയർ ഓപ്പർച്യൂണിറ്റിയിൽ നിയമപരമായ അധികാര സ്ഥാനങ്ങളിൽ അറിയിക്കുകയാണ് ചെയ്യേണ്ടത്. അത് ഈ പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തല തന്റെ കയ്യിൽ ഇങ്ങനൊരു വിലപ്പെട്ട അറിവ് കിട്ടി, എന്താ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത്, അപ്പൊ തന്നെ ഒരു കത്തയച്ചു അത്രേ SITക്ക്. അതാണോ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത്? ഈ SITയുടെ രൂപവൽക്കരണത്തിന് എത്രയോ നാളുകൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തെ സംബന്ധിച്ചാണ് അദ്ദേഹത്തിന് അറിവ് കിട്ടിയത്. അതുപോലെ തന്നെയാണ് ഇതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയെ സംബന്ധിച്ച്, ഒരു കേസിന് നിർണായകമാകാവുന്ന ഒരു വസ്തുതയെക്കുറിച്ച് കേരളത്തിന്റെ ദേവസ്വം മന്ത്രിയായിരുന്ന ഒരാളുടെ ഇൻവോൾവ്മെന്റിനെ കുറിച്ച് VD സതീശൻ പരസ്യമായ ഒരു പ്രസ്താവന നടത്തുകയാണ്. ഇന്ന കാര്യങ്ങൾ എനിക്കറിയാം. സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ, ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്യേണ്ടത് ഈ പറയുന്ന മട്ടിൽ അദ്ദേഹം ഇത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണോ ചെയ്യേണ്ടത്? ശരി, അദ്ദേഹം അത് ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിനെ അറിയിക്കണ്ടേ? ഓക്കെ, അതിന്മേലല്ലേ നടപടി തുടങ്ങേണ്ടത്? അദ്ദേഹം പറയുന്നത് ഇപ്പൊ തികച്ചും വ്യക്തിപരമായിട്ടാണ് അദ്ദേഹം ഈ വിഷയത്തെ കാണുന്നത്. കാരണം ഞാൻ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയപ്പോ എനിക്കെതിരെ മാനനഷ്ടത്തിന് ഡിഫോമേഷൻ ഒരു കേസ് വന്നു. then I am reserving all that data. അതാണോ നിയമം? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനും കേരളത്തിലെ കോൺഗ്രസുകാർക്കും അത് അറിഞ്ഞൂടെ? സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആ ഡേറ്റകൾ തീർച്ചയായും അന്വേഷണ സംഘത്തിന് കൈമാറണ്ടേ? അത് കൈമാറാതിരിക്കുന്നത് കുറ്റകരമല്ലേ? ഈ പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തല തന്റെ കയ്യിലുണ്ടായിരുന്ന ഡേറ്റ കൈമാറാതെ അതൊരു പൊളിറ്റിക്കലായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കുമ്പോൾ അതിന്റെ പിന്നിലൊരു കുറ്റകൃത്യം കൂടി നടക്കുന്നു എന്നുള്ളത് പോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതും തീർച്ചയായും ഒരു കുറ്റകൃത്യമല്ലേ? അദ്ദേഹത്തിന് ഈ കേസ് അന്വേഷണത്തിന് സഹായിക്കാവുന്ന നിർണായകമായ തെളിവ്, നിർണായകമായ വിവരങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെങ്കിൽ ഒരു ഡീഫോമേഷൻ ആണെങ്കിൽ അതങ്ങ് പോകട്ടെ എന്ന് വെക്കണമെന്നേ. അതിലും വലിയ കാര്യമല്ലേ ശബരിമലയുടെ സ്വർണ്ണ കൊള്ള തെളിയിക്കുന്നതിന്റെ ഡേറ്റകൾ? അല്ല പ്രജി, അതോടുകൂടി ഡിഫമേഷൻ ഇല്ലാതാവുമല്ലോ. ഒന്നാമത്തെ കാര്യം, ആ SITക്ക് മുമ്പാകെ ഇദ്ദേഹം പറയുന്ന ഒരു തെളിവുണ്ടെങ്കിൽ അത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡിഫമേഷന് തന്നെ സ്കോപ്പ് ഇല്ലാതാകും. ഒന്ന്, അങ്ങനെ കൊടുക്കാതിരിക്കുമ്പോൾ അതിൻ്റെ സാമാന്യമായി അരിയാഹാരം കഴിക്കുന്ന മലയാളി കരുതേണ്ടത് എന്താണ്? ഇത് കേവലം രാഷ്ട്രീയമായി പറയുന്ന ചില തള്ളെന്നോ അല്ലെങ്കിൽ പറയുന്ന രാഷ്ട്രീയ പരാമർശത്തിനപ്പുറത്തേക്ക് കാര്യമൊന്നുമില്ല എന്നൊരു നിഗമനത്തിലേക്കും ബോധ്യത്തിലേക്കും കാണുന്നവരെത്തുകയല്ലേ? അങ്ങനെയും കൂടി ഒരു പ്രശ്നം ഇതിനകത്തുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട് ശരത്തെ. കാരണം ഇത് കാണുന്ന പൊതുസമൂഹത്തിന് അത് വിലയിരുത്താൻ നിയമപരമായി ഒരു അടിസ്ഥാനപരമായ നിയമപരമായ ജ്ഞാനമുള്ള അല്ലെങ്കിൽ സാമാന്യ ബോധമുള്ള ഏതൊരാളും ചിന്തിക്കില്ലേ ഇത്? ശരത്ത് പറഞ്ഞതുപോലെ അദ്ദേഹം ഈ പറയുന്ന നിർണായകമായ വെളിപ്പെടുത്തലുകൾ, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഡേറ്റകൾ അന്വേഷണ സംഘത്തിന് കൊടുക്കുന്നതോടുകൂടി തന്നെ ഈ ഡിഫോമേഷൻ കേസിന്റെ അസ്ഥിവാരം ഇടിഞ്ഞു പോയില്ലേ? പക്ഷെ അദ്ദേഹം അത് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഞാൻ ആവശ്യം വരുമ്പോ കോടതി പറഞ്ഞോളാം എന്നാ പറയുന്നത്. അതാണോ? ഈ കേസിനെ സംബന്ധിച്ചാണല്ലോ അദ്ദേഹത്തിന് വിവരങ്ങൾ അറിയാവുന്നത്. എന്തുകൊണ്ട് ഇപ്പൊ ഈ രമേശ് ചെന്നിത്തല കൃത്യസമയത്ത് അത് വെളിപ്പെടുത്തിയില്ല? അതുപോലെ തന്നെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഡേറ്റാസ് എന്തുകൊണ്ട് അന്വേഷണ സംഘത്തിന്റെ മുമ്പിൽ പറയുന്നില്ല? പറയണ്ടേ? നിയമപരമായ അത് പൊതുസമൂഹത്തിന് മുമ്പാകെയുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. എന്നാലും ഈ ഇപ്പോഴത്തെ ഒരു ഓളത്തിൽ ഏതായാലും കേരളത്തിലെ മാധ്യമങ്ങൾ അത് ആ നിലയിൽ ചോദിക്കില്ല എന്നുള്ളത് വളരെ സ്വാഭാവികമായി മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. റജി, ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, പല രാഷ്ട്രീയ ആരോപണങ്ങളും നിങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. നോക്കൂ, ഇപ്പോൾ മുമ്പ് പറഞ്ഞത് താങ്കളും പറഞ്ഞു ഈ ചർച്ചയിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് കടകംപള്ളിയെ ചോദ്യം ചെയ്യരുത് എന്ന നിലയിൽ ഇടപെടലുകൾ നടന്നു എന്ന് വെച്ചാൽ സ്വാഭാവികമായി അത്തരം ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്ന ഒരു ആക്ഷേപം നിൽക്കുന്ന പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഹൈക്കോടതി, അതിൻ്റെ 2 ബെഞ്ച്, ആ 2 ബെഞ്ചിലേക്ക് ഓരോ ആഴ്ചയും അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സീൽഡ് കവറിൽ പോവുകയാണ്. ആ കോടതി സ്വാഭാവികമായും ചോദിക്കില്ലേ? ആ കോടതി എല്ലാ ഘട്ടത്തിലും വളരെ കൃത്യമായി ആ അന്വേഷണത്തെ ശരിവെച്ച് മുന്നോട്ട് പോകാനുള്ള അനുമതിയില്ലേ കൊടുത്തത്? അതിൽ നിന്ന് തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന കേവല രാഷ്ട്രീയ ആരോപണത്തിനപ്പുറത്തേക്ക് ഒരു കഴമ്പും ഈ പറഞ്ഞതിലൊന്നുമില്ല എന്നല്ലേ ആളുകൾ മനസ്സിലാക്കുക. കാരണം ഇല്ലെങ്കിൽ കോടതി ചോദിക്കില്ലേ? കോടതി ചോദിച്ചോ? മാത്രവുമല്ല, അന്വേഷണത്തിൻ്റെ കാലാവധി നീട്ടണം. കോടതി പറഞ്ഞത് 1 മാസത്തിനകം പൂർത്തിയാക്കണം. അന്വേഷണം നന്നായി പോകുന്നത് കൊണ്ട് അവർ ചോദിച്ചു അന്വേഷണം നീട്ടിത്തരണം, സമയം നീട്ടിത്തരണം. കോടതി നീട്ടിക്കൊടുത്തു. അന്വേഷണ സംഘത്തെ വിപുലീകരിക്കണം, നീട്ടിക്കൊടുത്തു. വിശ്വാസമില്ലാത്തൊരു സംഘത്തോട് കോടതി ഇത് ചെയ്യുമോ? അപ്പോൾ നിങ്ങൾ പറയുന്ന സമൂഹത്തിന് മുമ്പാകെ വെക്കുന്ന ആക്ഷേപങ്ങൾക്ക് അത്രയേ വിലയുള്ളൂ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്?
ശ്രീ ശരത്ത്, അങ്ങേക്ക് അറിയാത്തത് കൊണ്ടാണ് ഇത് പറയാത്തത് എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങേക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം 20/12 അതായത് ഈ 10 ദിവസത്തിന് മുമ്പ് കേരള ഹൈക്കോടതിയുടെ ബെഞ്ച് പറഞ്ഞ വാക്കുകൾ ഞാൻ അതേപടി വായിക്കാം. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ SIT അന്വേഷണം സ്തംഭനാവസ്ഥയിലേക്കാണെന്ന് കരുതുന്നു. വൻ തോക്കുകളും പങ്കും വമ്പൻ ഗൂഢാലോചനയും അന്വേഷിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടും അത് ചെയ്തില്ല. ഇത് സംശയമുളവാക്കുന്നു. ഞാനല്ല പറഞ്ഞത്. റജി, ഏത് കേസിലാണത്? ഇത് ആ ജാമ്യത്തിന്റെ കേസിലാണ് പറഞ്ഞത്. ഏതാണ് ജാമ്യത്തിന്റെ? അതെ, ഞാൻ പറഞ്ഞത് അന്വേഷണത്തിന്റെ പുരോഗതി സീൽഡ് കവറിൽ ആ കോടതി ഏതാണ്? ഈ ജാമ്യത്തിന്റെ ഉത്തരവ് വന്ന കോടതി അല്ല, അങ്ങനെ പോകരുത്. ജാമ്യം കേട്ട കോടതി ഏതാണ്? താങ്കൾ അത്രയും വായിച്ചതുകൊണ്ട് അതിന്റെ മേളിൽ ഉണ്ടാവുമല്ലോ. അല്ല റജി, എനിക്കൊന്ന് പറഞ്ഞതാ, എനിക്കറിയാത്തോണ്ടാണ്. ഇത് എന്റെ വാക്കല്ല. ശബരിമല അന്വേഷണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഹൈക്കോടതി, അതെ, ഹൈക്കോടതിയുടെ ഏത് കോടതി? ഹൈക്കോടതിയിൽ ഒരുപാട് ബെഞ്ചുകളുണ്ട്. വമ്പൻ ഗൂഢാലോചനയും ഏത് കോടതി? വൻ തോക്കുകളുടെ പങ്കും വമ്പൻ ഗൂഢാലോചനയും അന്വേഷിക്കണമെന്ന് നിർദ്ദേശിച്ചു. ഏത് കോടതി? അത് ചെയ്തില്ല എന്ന് കേരള ഹൈക്കോടതിയാണ് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഏത് കോടതി? ഇത് പൊതു സമ്മതിച്ചു, എനിക്ക് തർക്കമില്ലെന്നേ. കോടതി പറഞ്ഞു, വാർത്തയായിരുന്നു. ഏത് കോടതി? ഹൈക്കോടതിയുടെ ഏത് ബെഞ്ച്? അതല്ല ഇതിന്റെ പ്രസക്തി. ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ കേരളത്തിലെ ജനങ്ങൾ ആക്ഷേപം ഉന്നയിക്കുന്നതിന്റെ കാരണം അതിനു മുമ്പ് ഇതായിരുന്നു. റജി, ഈ കേസ് പരിശോധിക്കുന്ന ദേവസ്വം ബെഞ്ച് അഥവാ രണ്ടംഗ ബെഞ്ചിൻ്റെതാണോ ഈ ജഡ്ജ്മെന്റ്? അല്ല. ഓക്കെ, റൈറ്റ്. ശ്രീ പ്രിജി, ഇപ്പോൾ റജി ഒരു പ്രധാനപ്പെട്ട കാര്യം, ആളുകൾ കോടതി പറഞ്ഞില്ലേ? റജി പറഞ്ഞത് കറക്റ്റാണ്. കോടതി കേരളത്തിലെ UDF-നോ മാധ്യമങ്ങൾക്കോ എടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നു അത്. അതേസമയം സാധാരണക്കാർ കേൾക്കുന്നു, ഒരു ദേവസ്വം ബെഞ്ചുണ്ട്, രണ്ടംഗ ബെഞ്ചാണ്, ആ കോടതിയാണ് ഇതെല്ലാം കേൾക്കുന്നത്. അപ്പുറത്ത് ഒരു ജാമ്യ ഹർജി കേട്ട കോടതി ഇത് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. സ്വാഭാവികമായ ആളുകൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാകും, വലിയ സംശയങ്ങളുണ്ടാകും. അഭിഭാഷകൻ എന്ന നിലയിൽ റജി പറഞ്ഞ പ്രശ്നത്തിൽ താങ്കൾ എങ്ങനെയാണ് വിശദീകരിക്കുക? അല്ല, നോക്കൂ ശരത്തെ, ഇതിനകത്ത് ഈ കേസിന് മേൽനോട്ടം വഹിക്കുന്നത് ദേവസ്വം ബെഞ്ചാണ്. അതിലൊരു സിംഗിൾ ബെഞ്ച് ഒരു ബെയിൽ ആപ്ലിക്കേഷൻ പരിഗണിക്കുമ്പോൾ നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ, അദ്ദേഹം ഒരിക്കലും ആ അന്വേഷണത്തെ സംബന്ധിച്ച് എന്തെങ്കിലും മേൽനോട്ടം വഹിക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം കൊടുക്കാനോ ഒന്നും അല്ലല്ലോ ഒരു ബെയിൽ ആപ്ലിക്കേഷൻ പരിഗണിക്കുന്നത്. ബെയിൽ ആപ്ലിക്കേഷൻസ് പരിഗണിക്കുമ്പോൾ ആ തരത്തിലുള്ള പല പരാമർശങ്ങളും ആ നിലവിലുള്ള CD-യുടെ അടിസ്ഥാനത്തിൽ കോടതികൾ ചില പരാമർശങ്ങൾ നടത്തും. അതല്ലല്ലോ ഈ കേസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ കേസിന്റെ അന്വേഷണത്തെ ആദ്യം മുതൽ, അതായത് SIT രൂപീകരിച്ചിടം മുതൽ അതിന്റെ ഓരോ ഘട്ടങ്ങളിലും സീല് വെച്ച കവറിൽ ഓരോ അന്വേഷണത്തിന്റെ ഘട്ടങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ദേവസ്വം ബെഞ്ചല്ലേ? എന്ന് വെച്ചാൽ ഈ ജാമ്യഹർജി പരിഗണിക്കുന്ന കോടതിക്ക് മുമ്പാകെ, അഡ്വക്കേറ്റ് പ്രിജി, ജാമ്യഹർജി പരിഗണിക്കുന്ന കോടതിക്ക് മുമ്പാകെ ഈ മുദ്രവെച്ച കവറിലെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടുകൾ എത്താറുണ്ടോ? ആ നിലയിൽ SIT ഈ ജാമ്യഹർജി കേൾക്കുന്ന കോടതിക്ക് മുമ്പിൽ അത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ബൈൻഡിങ് ആണോ? ഒരിക്കലുമല്ല. കാരണം ഈ കേസ്, അതാണ് ഞാൻ പറഞ്ഞത്, ഈ കേസിന്റെ ഒരു പ്രത്യേകത, അന്വേഷണത്തിന്റെ മേൽനോട്ടം ആ ഡിവിഷൻ ബെഞ്ചിനാണ്. ഡിവിഷൻ ബെഞ്ചിന്റെ താഴെയാണല്ലോ സിംഗിൾ ബെഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഡിവിഷൻ ബെഞ്ച് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന രഹസ്യാത്മക സ്വഭാവമുള്ള കത്തുകൾ എങ്ങനെയാ ഒരു ബെയിൽ ആപ്ലിക്കേഷൻ പരിഗണിക്കുമ്പോൾ ആ ഒരു സിംഗിൾ ബെഞ്ചിന് പരിഗണിക്കാൻ കഴിയുക? സിംഗിൾ ബെഞ്ചിന്റെ മുമ്പിൽ ബെയിൽ ആപ്ലിക്കേഷൻ പരിഗണിക്കേണ്ട പരിമിതമായ ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ സിംഗിൾ ബെഞ്ച് അത് പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നിയ ഒരു ഇംപ്രഷനാ പറയുന്നത്. പക്ഷേ ഡിവിഷൻ ബെഞ്ച് മേൽനോട്ടം കൊടുത്ത് ആ സീൽഡ് കവറിൽ ഹാജരാക്കിയിരിക്കുന്ന അന്വേഷണ പുരോഗതിയുടെ ഓരോ ഘട്ടങ്ങളും ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ച് മുമ്പോട്ട് പോകുന്നത്. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ അതിൽ ആളുകൾക്ക് കിട്ടേണ്ട ചില വിവരങ്ങൾ താങ്കൾ നൽകിയതിലുണ്ട്. റിജിയിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. ശ്രീ റജി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ രാഷ്ട്രീയ ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഹൈക്കോടതിയുടെ രണ്ടംഗ ബെഞ്ച് അഥവാ ദേവസ്വം ബെഞ്ച്, രണ്ടംഗ ബെഞ്ച് ആണ്, സിംഗിൾ ബെഞ്ചല്ല. സിംഗിൾ ബെഞ്ചിൻ്റെ ആ ഒരു ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് വന്ന കമൻറ്റുകളാണ്, പരാമർശങ്ങളാണ് താങ്കൾ വായിച്ചത്. പക്ഷേ ഈ കേസിൻ്റെ മെറിറ്റിൽ ഇതാകെ പരിശോധിക്കുന്നത് രണ്ടംഗ ബെഞ്ചാണ്, ദേവസ്വം ബെഞ്ചാണ്. നേരത്തെ എന്നോട് പറഞ്ഞോളൂ ഇതറിയാത്ത ആളല്ല ശ്രീ റജി. അപ്പോൾ റജിയോട് ഞാൻ വീണ്ടും പറഞ്ഞു തരുന്നു, അങ്ങനെയുള്ള ആ രണ്ടംഗ ബെഞ്ച് ഒരു ഘട്ടത്തിലും ഈ അന്വേഷണ സംഘത്തെ അവിശ്വസിച്ചിട്ടില്ല, റോങ് കമൻസ് ഉണ്ടായിട്ടില്ല, അവിശ്വാസം രേഖപ്പെടുത്തിയിട്ടില്ല, അല്ല സർക്കാർ ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തെ സ്വാധീനിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല.
അതിനകത്ത് വന്ന ഉദ്യോഗസ്ഥർ ആ നിലയിൽ സർക്കാരിന് വേണ്ടി ചട്ടുകമാകുന്നു എന്ന് പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല, ആ ജെനുവിനായ അന്വേഷണം പോകുന്നു എന്ന് കണ്ടതുകൊണ്ടല്ലേ റെജി അവർക്ക് സമയം നീട്ടിക്കൊടുത്തത്, അവരുടെ അന്വേഷണ സംഘത്തെ വിപുലീകരിക്കുന്നത്. നിങ്ങളടക്കം CBI അന്വേഷണം പോലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും ഈ നേരം വരെയും കോടതി അതേക്കുറിച്ച് ചിന്തിക്കാതിരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നൊരു ഘട്ടത്തിൽ നിങ്ങൾ കേവല രാഷ്ട്രീയ ആരോപണം, നിങ്ങൾ എന്ന് വെച്ചാൽ പ്രതിപക്ഷം, UDF, BJP ആരുമാവട്ടെ, കേവല രാഷ്ട്രീയ ആരോപണങ്ങൾ ശബരിമലയാണ് നല്ല 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 സാധ്യതയുള്ളൊരു രാഷ്ട്രീയ വിഷയമാണ് ഉന്നയിക്കുന്നു എന്നുള്ളതല്ലേ. അന്വേഷണം വളരെ ഫലപ്രദമായി ശരിയായി സുതാര്യമായി പോകുന്നു എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. അതുകൊണ്ടല്ലേ ആ പ്രതികൾ ജാമ്യം കിട്ടാതെ അകത്ത് കിടക്കുന്നത്. അങ്ങനെയുണ്ടല്ലോ, അല്ലെങ്കിൽ ജാമ്യം കിട്ടണമല്ലോ. കോടതി ഇതൊക്കെ പറഞ്ഞെങ്കിലും ജാമ്യം കൊടുത്തില്ല കേട്ടോ. നോക്കൂ, ഈ കേസ് എത്ര നാളിനുള്ളിലാണ് പൂർത്തീകരിക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത്? അതായത് ഈ കഴിഞ്ഞ ഒക്ടോബർ 10-ാം തീയതിയാണ് കേരളത്തിലെ ഹൈക്കോടതി പറയുന്നത് ശബരിമലയിലെ കൃത്രിമവും മോഷണവും അതുമാത്രമല്ല വിശ്വാസവഞ്ചനയും അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്തണം 6 ആഴ്ചത്തെ സമയമാണ് കൊടുത്തത്. അപ്പോൾ അതിനുശേഷം ഇപ്പം 80 ദിവസമായിരിക്കുന്നു. ഈ 80 ദിവസത്തിനിടയിൽ 10 പേരെ അറസ്റ്റ് ചെയ്തു. അതിൽ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും 3 CPM-ന്റെ പ്രമുഖ നേതാക്കളും, ബാക്കി കോൺഗ്രസ്സുകാരും എന്ന് നിങ്ങൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെയല്ല, അത് മാറുന്നില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് മോഷണമാണെന്നേ. ഈ മോഷണത്തിൽ ഇവരുടെ ഒന്നും രാഷ്ട്രീയം പറയണ്ട. ആ മോഷണത്തിൽ ഇവർ പ്രതികളാണ്. അവരുടെ ഇൻവോൾവ്മെൻറ്റ്, അവരതിൻ്റെ സാമ്പത്തിക നേട്ടം, അതിൻ്റെ ഗൂഢാലോചന, ഇതിൽ ഓരോ പ്രതിക്കും എത്രയുണ്ട് ചാർജ് ഷീറ്റ് വരുമ്പോൾ നമുക്കറിയാം. അപ്പോൾ ഇവരെ രാഷ്ട്രീയം പറഞ്ഞ് നമ്മൾ കവർ ചെയ്യാൻ നിൽക്കണ്ട. ഒന്ന്. രണ്ടാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞാൽ 1 മാസത്തെ സമയം കൊടുത്തു എന്നല്ലേ റെജി പറഞ്ഞത്? 42 ദിവസം. ആയിക്കോട്ടെ, അത് കഴിഞ്ഞ് സമയം നീട്ടിക്കൊടുത്തത് കോടതിയല്ലേ, ഞാനോ റെജിയോ അല്ലല്ലോ. അല്ലെങ്കിൽ കോടതി കൊടുക്കുമോ? അതല്ലേ റെജി ആ പറഞ്ഞതിലെ റെജി പറഞ്ഞു വരുന്നതൊന്നും ഫിറ്റ് ആവാത്തത് അവിടെയാണ്, അല്ലെങ്കിൽ ചേരാതെ വരുന്നത് അവിടെയാണ്. കോടതി തന്നെ പറയുന്നു സമയം കൊടുക്കുന്നു, അത് അവരിൽ വിശ്വാസമുള്ളതുകൊണ്ടല്ലേ. അതെ, കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ ഇത് നടക്കുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വന്നത്. ഇവിടെ തന്നെ നോക്കൂ, ഇവിടെ ദേവസ്വം ബോർഡ് സമ്മതിച്ചല്ലോ, കോടതിക്ക് അതിർത്തിയില്ല. ഇതാണ് ഒരു വാലിഡ് പോയിന്റ് ഈ കേസിൽ. അതാണ് കോടതി തന്നെയാണ് ഈ നിരീക്ഷണങ്ങളും നടത്തിയിട്ടുള്ളത്. അത് നമ്മൾ വിസ്മരിക്കരുത്. അതിനെ കൂട്ടിക്കുഴച്ചാൽ കുഴയില്ല റെജി, അതാണ് പ്രശ്നം. നോക്കൂ, ഡിവിഷൻ ബെഞ്ചാണ്, 2 അംഗ ബെഞ്ചാണ്, ദേവസ്വം ബെഞ്ചാണ് പറഞ്ഞതെങ്കിൽ സംഗതി മാറി. യാതൊരു സംശയമില്ല, ഗൗരവമുള്ളതാണ്. അങ്ങ് ഇതിനെ അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാതിരിക്കൂ. ഇത് കോടതി എന്ന് പറയുന്നത് ജുഡീഷ്യൽ സിസ്റ്റത്തിലെ ജുഡീഷ്യറി എന്ന് പറയുന്നത് എന്താണ്? അവരുടെ നിഗമനങ്ങൾ അല്ലെങ്കിൽ അവരെടുക്കുന്നത് അതൊരു ജഡ്ജ്മെന്റിന്റെ വാല്യൂ ആണുള്ളത്. ഇത് നേരത്തെ ബഹുമാന്യനായ സുരേഷ് അദ്ദേഹം പറഞ്ഞു, ഇവിടെ എന്താണ് പിന്നെ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. സാധാരണക്കാരാണ്, ഒരു നിമിഷം, നമ്മളൊക്കെ സാധാരണക്കാരാണ്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഇപ്പോൾ ഈ ജാമ്യ ഹർജി കേട്ട കോടതി കടുത്ത പരാമർശങ്ങൾ നടത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, സംശയമൊന്നുമില്ലെന്നേ. അത് കഴിഞ്ഞും ഈ ഡിവിഷൻ ബെഞ്ച്, ദേവസ്വം ബെഞ്ച് ഈ കേസ് പരിഗണിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ അതേ തുടർന്ന് ആ കോടതിക്ക്, മെറിറ്റിൽ ഈ കേസ് കേൾക്കുന്ന ആ കോടതിക്ക് എന്തെല്ലാം തരത്തിൽ ഷാർപ്പ് ക്രിറ്റിസിസം ആകാം, എന്നിട്ടും ചെയ്തില്ല. മനസ്സിലാക്കണ്ടേ റെജി? അല്ല, അത് നോക്കൂ, ഇവിടെ വിമർശനം ഉന്നയിക്കുന്ന ഏത് ഘട്ടത്തിലാണ്? അതായത് ദേവസ്വം ബോർഡിലെ 2 പ്രസിഡന്റുമാരെ ജയിലിലായി, ദേവസ്വം ബോർഡിന്റെ മെമ്പർ ജയിലിലായി. ഇവിടെ അതിന് നേതൃത്വം കൊടുക്കുന്നത് ഈ സംസ്ഥാന സർക്കാരിന്റെ വകുപ്പ് മന്ത്രിയാണ്. ആ വകുപ്പ് മന്ത്രിയിലേക്ക് അന്വേഷണം എത്തുന്നതിൽ ഒരു ഡിലേ ഉണ്ടാവുന്നു. ഈ കോടതിക്ക് തോന്നണ്ടേ റെജി? കോടതിക്ക് അങ്ങനെ ഒരു സംശയമേ ഇല്ല അന്വേഷണ സംഘത്തെ കുറിച്ച്. അത് പ്രശ്നമില്ലേ? നിങ്ങളിങ്ങനെ പറഞ്ഞു നടന്നാൽ മതിയോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് കോടതി കൊണ്ട് തെളിവ് കൊടുത്ത് സ്ഥാപിക്കായിരുന്നു. പ്രതിപക്ഷ നേതാവട്ട് അത് ചെയ്തുമില്ല, പിന്നെ കുഴഞ്ഞില്ലേ? കോടതിക്ക് സംശയമില്ല എന്ന് അങ്ങ് പറയുന്നത്. ചാനൽ കോടതികളിൽ നമ്മളിടുന്ന കോടതി ചാനലിൽ ഞങ്ങൾ സെറ്റ് ഇടുന്ന കോടതി വന്ന് ഇതൊക്കെ പറയാം. പക്ഷെ കോടതി പോയി പറയണ്ടേ? കോടതി പോയി എന്താ പ്രതിപക്ഷ നേതാവ് അത് പറഞ്ഞിരുന്നെങ്കിൽ ഭയങ്കരമായൊരു മൈലേജ് ഉണ്ടാകുമായിരുന്നില്ലേ അങ്ങനെ ശരിയാണെങ്കിൽ? പക്ഷെ ചെയ്തില്ലല്ലോ. നോക്കൂ, അങ്ങ് ഇപ്പോഴും ഇതിനെ ഡീവിയേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതായത് വമ്പൻ ഗൂഢാലോചനയും വൻ തോക്കുകളുടെ പങ്കും അന്വേഷിക്കണം എന്ന് പറഞ്ഞത് ആരാണ്? ജുഡീഷ്യറി അല്ലേ? അന്വേഷിക്കല്ലേ? അതെ, കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ അവിടെ ഒരു സ്തംഭനാവസ്ഥ ഉണ്ട് എന്നാണല്ലോ അത്തരത്തിലൊരു പരാമർശം ജുഡീഷ്യറിയുടെ ഭാഗത്ത്. സ്തംഭനാവസ്ഥ എന്ന് ദേവസ്വം ബെഞ്ച് പറഞ്ഞിട്ടില്ല. അന്വേഷണത്തിന് സമയം നീട്ടിക്കൊടുത്തു, താങ്കൾ അതിനെ അഡ്മിറ്റ് ചെയ്തു, അന്വേഷണ സംഘത്തെയും വിപുലീകരിച്ചു. സ്തംഭനാവസ്ഥയല്ലല്ലോ. അല്ല, ഇപ്പോൾ അതിന് പുരോഗതിയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഗവൺമെൻറ്റിലേക്ക് ഇതിൻ്റെ അന്വേഷണം നീളുന്നത്. അന്ന് 2016-21 കാലഘട്ടത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിന്ന ശ്രീ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം നീളുന്നത് അതിൻ്റെ സ്തംഭനാവസ്ഥ മാറി എന്നുള്ളതിൻ്റെ തെളിവാണ്. സംശയം. അങ്ങനെയാണെങ്കിൽ ഈ കോടതി പ്രൊസീഡിങ്സിൽ ദേവസ്വം ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച് ഇതിനെ കൂട്ടിക്കുഴച്ച ആളുകളെ കൺഫ്യൂസ് ചെയ്യരുത് റെജി. ഒരവസരം കൂടി റെജിക്ക്. ഈ കോടതി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങളിപ്പോൾ പറഞ്ഞു ഇപ്പോൾ നീളുന്നല്ലോ, അതാണല്ലോ എൻ്റെ കോട്ട്, ഇതുവരെ നീളുന്നില്ലല്ലോ, എന്തുകൊണ്ട് ഇനിയും ഇതിലെ പ്രധാനപ്പെട്ട ആളുകളെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ മൊഴിയെടുക്കാതെയും ചോദ്യം ചെയ്യാതെയും സംരക്ഷിക്കുന്നു, അമാന്തം കാട്ടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ?
നോക്കൂ, നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഇത് അങ്ങേക്ക് ആശ്വസിക്കാൻ ഇല്ലില്ല, വേണ്ടി എനിക്കെന്താ ആശ്വാസം? ഞാൻ ഇതിന്റെ മെറിറ്റിൽ നിന്ന് കണ്ടന്റിൽ നിന്ന് ആളുകളോട് സംസാരിക്കുന്നു. ദേവസ്വം ബെഞ്ചും എവിടെങ്കിലും ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ എനിക്ക് തർക്കമില്ല. റജി പറഞ്ഞു തന്നാൽ മതി. തർക്കിക്കുന്ന സുരേഷ് വേണമെങ്കിൽ സുരേഷ് തർക്കിക്കും, അല്ലെങ്കിൽ പ്രിജി തർക്കിച്ചോളും. എനിക്കില്ല. ഞാൻ ഇൻഫർമേഷൻ വേണ്ടി താങ്കളോട് ചോദിക്കുകയാണ്. നോക്കൂ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ 3 സിസ്റ്റത്തിൽ ഒന്നാണ് ജുഡീഷ്യറി എന്ന് നമ്മൾ പറയുന്നത്. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാവർക്കും അറിയാം. ഇവിടെ അപ്പോൾ ആ ജുഡീഷ്യറിയിൽ വരാം പ്ലീസ്, എന്നോടൊന്നും തോന്നരുത്. സുരേഷ്, കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട കേസിന്റെ നിലവിലെ ഒരു സ്ട്രെങ്ത് ഈ ചർച്ചയുടെയൊക്കെ തന്നെ അടിസ്ഥാനത്തിൽ മതി. സുരേഷിന് എങ്ങനെ തോന്നുന്നു ഈ കേസിൽ എവിടെയെങ്കിലും മീഡിയയിലൂടെയും ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞതുപോലെ ഒരു നേട്ടം ഉണ്ടാക്കുന്നതിലൊക്കെ CPM വിലയിരുത്തൽ എന്തുമാവട്ടെ, ശബരിമല അടക്കം ദോഷം ചെയ്തിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ പൊതുസമൂഹം ഇവിടെയുണ്ട്. അതും ഇടതുപക്ഷത്തിന് തിരിച്ചടിയായി എന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ നെല്ലും പതിരും തിരിച്ചറിയുമ്പോൾ എവിടെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഈ കേസിലെ സ്റ്റേക്ക് എവിടെയാണ്? ഇപ്പോൾ ഈ ചർച്ചയിൽ ശ്രീ റജി പറയുന്നത് അടക്കം വെച്ചുകൊണ്ട് സുരേഷ് എന്ത് പറയും? അല്ല, അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞതിന് ഒരു മറുപടി ഒന്ന് പറഞ്ഞോട്ടെ. ഈ കോടതികളുടെ കേസുകൾ പരിഗണിക്കുമ്പോഴുണ്ടാകുന്ന പരാമർശങ്ങളും വിധി പ്രസ്താവങ്ങളും അത് ഒരിക്കലും ഏത് ഘട്ടത്തിലെങ്കിലും അതിന് വിട്ടാൽ തൊട്ടു മുകളിലുള്ള കോടതി അതിനകത്ത് ഇടപെടാറുണ്ട്. ഇടപെട്ട് ആ കോടതികളെ, കീഴ്ക്കോടതികളെ തിരുത്തിക്കുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയയാണ്. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നൊരു വാർത്തയുണ്ട്. ഡൽഹിയിൽ ഉന്നാവോ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് BJPയുടെ MLA ആയിട്ടുള്ള ശ്രീ കുൽദീപ് സെങ്കാർ, അദ്ദേഹത്തിൻ്റെ ശിക്ഷ റദ്ദ് ചെയ്തു. ഉടൻ തന്നെ അതിജീവിതയുടെ പെറ്റീഷൻ പരിഗണിച്ചുകൊണ്ട് ആ കോടതിയുടെ വിധി പ്രസ്താവത്തെ റദ്ദ് ചെയ്യുന്ന ഒരു സമീപനം മുഗൾ കോടതി സ്വീകരിക്കുകയുണ്ടായി. നിങ്ങൾ ഏതെങ്കിലും ഒരു ചെറിയ രൂപത്തിലുള്ള ഒരു ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരാമർശ വിഷയം അല്ലെങ്കിൽ ഒരു സംഭാഷണ ശകലം അതെടുത്തിട്ട് ഇതാ സർക്കാരിനെതിരായി അല്ലെങ്കിൽ ഈ കേസിൽ മൊത്തം ബാധിക്കുന്ന നിലയിലേക്ക് വിധി പ്രസ്താവിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന് പറയുന്നത്, ഞാൻ അത് വിശേഷിപ്പിക്കുന്നില്ല. കൃത്യമായിട്ടുള്ളൊരു വാക്കെൻ്റെ മുന്നിലുണ്ട്. ഞാൻ എന്തായാലും ആ വിശേഷണം ഈ ഫ്ലോറിൽ നടത്തുന്നില്ല. നമ്മളിങ്ങനെ ചിലത് കാണുമെന്ന് പറയുമല്ലോ, അതുപോലെയാണ്. അങ്ങനെ കാണാൻ ശ്രമിക്കരുത് കാര്യങ്ങളെന്നാണ് ഇവിടുത്തെ ഒരു പ്രശ്നമെന്ന് പറയുന്നത്. കേസിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ദേവസ്വം ബെഞ്ചിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നടത്തുകയാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല, പലപ്പോഴും പല ഘട്ടങ്ങളിലും ആവർത്തിക്കപ്പെട്ടൊരു കാര്യമാണ്. കൃത്യമായി കേസന്വേഷണ പുരോഗതി സീൽഡ് കവറിൽ കോടതിയെ അറിയിച്ചു കൊള്ളണം എന്നുള്ള നിബന്ധനയുടെ അടിസ്ഥാനത്തിലാണ് ഇത് നടക്കുന്നത്. പലപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്പെഷ്യൽ SITയെ അഭിനന്ദിക്കുകയും അല്ലാത്ത ഘട്ടങ്ങളിലെല്ലാം SITയെ സ്ഥാനത്തും അസ്ഥാനത്തും കുറ്റപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഈ കേസിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉറപ്പുണ്ട്, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയോ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനത്തെയോ തൊലിപ്പുറത്ത് പോലും നഖത്തിന് പോലും മുറിവേൽപ്പിക്കാൻ കഴിയുന്ന നിലയിലുള്ള ഒരു കാര്യവും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. ഇവിടെ പറഞ്ഞല്ലോ, ഇപ്പൊ ജുഡീഷ്യൽ കസ്റ്റഡി സുരേഷ് അത് പറയുമ്പോൾ ഈ കേസിൽ CPIയുമായി ബന്ധം ആരോപിക്കുന്ന ആളുകൾ അത് ചെറുതല്ലാത്ത ആളുകൾ തന്നെയാണ്. എങ്ങനെയൊക്കെ CPIM വിശദീകരിക്കാൻ ശ്രമിച്ചാലും ഒരാൾ മുൻ MLA ആണ്, CPIMൻ്റെ പത്തനംതിട്ടയിലെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നിൽക്കുന്നു. അവർ വ്യക്തിപരമായി കേസിൽ പ്രതികളാണ് എന്നതുകൂടി കാണണമല്ലോ. അത് CPIMനെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് വരണമെങ്കിൽ CPIM അതിനോടെടുക്കുന്ന നടപടികളിലൂടെയാണ് അത് ബോധ്യപ്പെടുത്തേണ്ടത്. കുറെ കൂടി ശക്തമായ നടപടികളിലേക്ക് പോകേണ്ടതായി അങ്ങനെ വന്നാൽ വരില്ലേ? അതിൽ അമാന്തം കാട്ടുമോ? അങ്ങനൊരു രാഷ്ട്രീയ വിമർശനം നിലവിൽ CPIM നേരിടുന്നുണ്ടല്ലോ. ഇന്നലെ അടക്കം സംസ്ഥാന സെക്രട്ടറിയോട് ആ ചോദ്യവും മാധ്യമപ്രവർത്തകരിൽ നിന്ന് വന്നിരുന്നു. ശ്രീ സുരേഷ്, അല്ല, അവിടെയാണ് വളരെ കൃത്യമായി പക്ഷപാതിത്വം പുലർത്തുന്ന മാധ്യമങ്ങളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പക്ഷപാതിത്വം മാത്രം കൈമുതലായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകരും വലതുപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരും CPMനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതിന് വേണ്ടി ഈ ഒരു പോർഷനാണ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് M. സ്വരാജ് ഈ കാര്യത്തെ സംബന്ധിച്ച് വളരെ കൃത്യതയോടുകൂടി പറഞ്ഞു. ഈ കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന പ്രതികളുടെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് വ്യക്തമായി ഇനിയും പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അഭ്യൂഹങ്ങളുടെയും ഊഹാപോഹങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ചാനൽ ചർച്ചകളും രാഷ്ട്രീയ നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെൻറ്റ്സും വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വരേണ്ടത് എന്താണ്? ഇവർ ഇതിനകത്ത് ബോധപൂർവം പങ്കാളിയായിട്ടുണ്ടോ, അതോ ഇതിനകത്ത് അവരുടെ ക്ലറിക്കൽ ആയിട്ടുള്ള ലാബ്സ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഗൂഢാലോചനയിൽ തന്നെ ആദ്യഘട്ടത്തിലെ ഇവർക്ക് ബന്ധമുണ്ടോ എന്നതിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായ വിവരം പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ആ വരുന്ന വിവരത്തിൻ്റെ
കാഠിന്യമനുസരിച്ച് ശരി. അവരെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ CPM തീരുമാനം വൈകേണ്ടതായി വരില്ല. ആ തീരുമാനം ഒട്ടും ഏതെങ്കിലും തരത്തിൽ പാർഷ്യാലിറ്റി ഉള്ളതായിരിക്കില്ല. അങ്ങനെ ഏതെങ്കിലും തെറ്റിൽ അറിഞ്ഞോ അറിയാതെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ ഇൻവോൾവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായി പാർട്ടിയെ വിമർശിക്കുന്ന ആളുകൾക്ക് പോലും കൃത്യമായി അറിയാവുന്ന കാര്യമാണ്. അവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ആധികാരികമായി ഞാനല്ലാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് CPM അതിൻ്റെ സമുന്നതമായ നേതൃത്വത്തെയും ഒരൊറ്റ കാര്യം ആക്രമിക്കാൻ ശ്രമിക്കുന്നത് അത് ഉണ്ടയില്ല വെടിയാണ്. അത് അധികം താമസിയാതെ ജനങ്ങളുടെ മുൻപിൽ സത്യസന്ധമായി തെളിയിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ശ്രീ പ്രിജി, ഇതിൽ മുമ്പ് പറഞ്ഞതുപോലെ SITയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ ഇതൊരു ലീഗൽ മാറ്ററാണ്. പക്ഷേ കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയ വിവാദമാണ്. ആ രാഷ്ട്രീയ വിവാദത്തെ ആ നിലയിൽ താരതമ്യം ചെയ്യുമ്പോൾ ഞാനിപ്പോൾ 2020 കാലത്തെ സ്വർണ്ണക്കള്ളക്കടത്തുമായി പലപ്പോഴും നമ്മളൊക്കെ പറയേണ്ടി വരുന്നത് ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് എന്തുതരം പ്രചാരണമാണ് നടന്നത് മാധ്യമങ്ങളിലൂടെ. മുമ്പ് പറഞ്ഞതുപോലെ മാധ്യമങ്ങളിൽ വന്നങ്ങ് വാദം പറച്ചിലാണ്. മാധ്യമങ്ങൾ ഓരോന്ന് എഴുതുകയാണ്. മുമ്പ് പറഞ്ഞ മീഡിയ ട്രയലാണ്. ഞാൻ ജലീലിനെ വീണ്ടും ഓർമ്മിക്കുന്നത് അവിടെയാണ്. അത് ഒരു കേസ് മാത്രമാണ് കേട്ടോ, അങ്ങനെ ഒരുപാട് കേസുകളുണ്ട് അതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ സംഭവത്തിൽ ആ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പം പ്രതിപക്ഷത്തിന് ഏറ്റവും വലിയ തടസ്സമായി മാറുന്നത് ഈ അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി നല്ല വിശ്വാസം കൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണോ? അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ടൂള് അല്ലെങ്കിൽ ഒരു ആയുധം കിട്ടാതെ വരുന്നിടത്താണോ കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഇതിൽ പിച്ച് ചെയ്തു പോകാൻ കഴിയാതെ? അത് കുറേ കൂടി വെളിപ്പെടാൻ പോകുന്ന ഒരു സമയമാണോ? ലീഗലി പരിശോധിച്ചാൽ എന്തു പറയും ശ്രീ പ്രജി? നേരത്തെ ഈ കേസിനകത്ത് കേരളത്തിന്റെ ഗവൺമെന്റ്, അതിൽ ആ ഗവൺമെന്റിന് പ്രധാനമായി നേതൃത്വം കൊടുക്കുന്ന CPM എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഇപ്പോൾ ബഹുമാനനായ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞതുപോലെ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ എന്താ സർക്കാർ എടുത്ത നിലപാട്? അതായത് സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന CPM എടുത്ത നിലപാട് എന്താ? പത്മകുമാറിനങ്ങ് ജാമ്യം കൊടുക്കൂ എന്നാണോ? അല്ലെങ്കിൽ വാസുവിന് ജാമ്യം അങ്ങ് കൊടുത്തു കഴിക്കൂ എന്നാണോ? ആ നിലപാട് ഒരിക്കലും CPM അല്ലെങ്കിൽ CPM നേതൃത്വം കൊടുക്കുന്ന കേരളത്തിന്റെ സർക്കാരോ സ്വീകരിച്ചില്ലല്ലോ. കേരളത്തിന്റെ സർക്കാർ സ്വീകരിച്ച നിലപാടെന്താ? ഈ തരത്തിൽ അന്വേഷണ സംഘം ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് വെക്കുന്ന വാദങ്ങളെ, വിഷയങ്ങളെ എതിർക്കുന്ന യാതൊരു നിലപാടും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ലല്ലോ. ഒരു ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അതിന്റെ ഫസ്റ്റ് ഓപ്പോസിറ്റ് പാർട്ടി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് കേരള അല്ലേ? സ്റ്റേറ്റ് ഓഫ് കേരളയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് വരുന്നത് സ്റ്റേറ്റ് ഓഫ് കേരള, അതായത് ഈ സർക്കാർ നിയമിച്ചിട്ടുള്ള പ്രോസിക്യൂട്ടർ അല്ലേ? ആ പ്രോസിക്യൂട്ടർ എടുത്ത നിലപാടെന്താ? കോൺഗ്രസ്സുകാരോ ഈ മീഡിയ ട്രയൽ നടത്തുന്ന ഏതെങ്കിലും മാധ്യമമോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു? തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് പാർട്ടി അത് കൺസീഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ജാമ്യം കൊടുത്ത് അവരെ പുറത്തു വരില്ലേ? ആ തരത്തിലുള്ളൊരു നിലപാട് കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചില്ല. അതേക്കുറിച്ച് ആർക്കും ചർച്ചയില്ല. എന്തുകൊണ്ടാണ് അത് ചർച്ച ചെയ്യാത്തത്? അത് ചർച്ച ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഒരു നിഷ്പക്ഷ നിലപാട് ഇതിൽ കേരളത്തിന്റെ സർക്കാരും അതിന് നേതൃത്വം കൊടുക്കുന്ന CPM എടുക്കുന്നു എന്ന് പറയുന്ന വസ്തുതകൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് വരും. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായും ആ തരത്തിലുള്ളൊരു നിലപാട് ആ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിക്കാത്തത്. രണ്ട്, ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് ബഹുമാന്യനായിട്ടുള്ള ആ സിംഗിൾ ബെഞ്ച് നടത്തിയിട്ടുള്ള പരാമർശം എന്താണ്? സിംഗിൾ ബെഞ്ച് നടത്തിയിട്ടുള്ള പരാമർശം ഇനിയും ഇതിനകത്ത് പല അന്വേഷണങ്ങളും നടക്കാനുണ്ട്. അതല്ലേ അദ്ദേഹം പറഞ്ഞ പല ഉന്നതരിലേക്ക് ഒരുപക്ഷെ പോകേണ്ടതുണ്ട്. ഈ അന്വേഷണം അങ്ങനെ മുമ്പോട്ട് പോകേണ്ടതുണ്ട്. അത് നടക്കട്ടെ. അതിനിടയിൽ ഇവർക്ക് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ ആ അന്വേഷണം ആ തരത്തിൽ മുന്നോട്ട് പോകുന്നതിന് തടസ്സമുണ്ടാകും. ആ അഭിപ്രായം കോടതിക്ക് ഉണ്ടാകുന്ന എവിടുന്ന? അത് ഈ SITയുടെ CD ഫയലിൽ നിന്നും അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ഓഫ് കേരളയെ റെപ്രസെന്റ് ചെയ്ത് അവിടെ ഈ കേസ് പ്രസന്റ് ചെയ്യുന്ന പ്രോസിക്യൂട്ടറുടെയും കയ്യിൽ നിന്നല്ലേ? കോൺഗ്രസ് എന്താ അത് മനസ്സിലാക്കാത്തത്? കോൺഗ്രസിന് അത് മനസ്സിലാകാഞ്ഞിട്ടാണോ? മനസ്സിലാകാഞ്ഞിട്ടല്ല. തീർച്ചയായും ഈ കേസിന്റെ നടപടിക്രമങ്ങളെ കേരളത്തിന്റെ സർക്കാർ കൃത്യതയോടുകൂടി ഹൈക്കോടതിയിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആരെന്ന് നോക്കാതെ, എന്തെന്ന് നോക്കാതെ ശബരിമല എന്ന ആ പുണ്യഭൂമിയെ പങ്കിലിതമാക്കിയതിൽ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പങ്ക്, അത് സ്വർണം കൊണ്ടുപോയതിലാകാം, അല്ലെങ്കിൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഉണ്ടായ പാളിച്ചയാകാം, അതൊന്നും തന്നെ ക്ഷമിക്കത്തക്കതല്ല എന്നുള്ളതല്ലേ കേരളത്തിന്റെ സർക്കാരും അതിന് നേതൃത്വം കൊടുക്കുന്ന CPM
പ്രോസിക്യൂട്ടർ വഴി കോടതിയിലേക്ക് ബോധിപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാന്യനായിട്ടുള്ള കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ തരത്തിലേക്കുള്ള പരാമർശങ്ങൾ സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നുണ്ടാകുകയും ചെയ്യുന്നത്. സിംഗിൾ ബെഞ്ച് ഒരു പലപ്പോഴും നമ്മുടെ സോഷ്യൽ പ്രജി എനിക്ക് തോന്നി ചർച്ച കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴും ഒക്കെ, അതായത് നമ്മളൊരു വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൂടെ പ്രചരിക്കുന്ന ക്യാപ്സൂളുകളും അല്ലെന്നുണ്ടെങ്കിൽ പാരഡി ഗാനങ്ങൾക്കും അപ്പുറം കുറെ കൂടി ജെന്യുവിനായി, കുറെ കൂടി ലീഗലായി, കുറച്ചുകൂടി ജെന്യുവിനായി തന്നെ ഈ കാര്യങ്ങളെ വിലയിരുത്താൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കുറേയൊക്കെ പ്രേക്ഷകർക്ക് കഴിയുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. മൂന്ന് പേരുടെ അഭിപ്രായം വെച്ചിട്ട് താരതമ്യം ചെയ്യാൻ പ്രേക്ഷകർക്ക് കഴിയും വിധത്തിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ കേസിൽ. ശ്രീ റജി, ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണം ഞാൻ വീണ്ടും അത് പറയേണ്ടത് തന്നെയാണ്. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനോ ദേവസ്വം ബെഞ്ചിനോ ഒരു അതൃപ്തിയും അന്വേഷണത്തെ സംബന്ധിച്ചില്ല, അന്വേഷണ രീതിയെ സംബന്ധിച്ചില്ല. ഏതെങ്കിലും തരത്തിൽ വൈകി, കാലതാമസം ഉണ്ടായി, വേറെ ഏതെങ്കിലും താല്പര്യാർത്ഥം പ്രവർത്തിച്ചു എന്ന ഒരു കമൻറ്റ് പോലും വന്നിട്ടില്ല. ആ നിലയിൽ ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ അത് കേരള പോലീസ് തന്നെയാണ് നടത്തുന്നത് എന്ന് നമ്മൾ കാണണം. അതിൻ്റെ പ്രത്യേക സംഘമാണ്, കോടതിയുടെ മേൽനോട്ടത്തിലാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണമാണ്. അങ്ങനെ നടക്കുന്നൊരു നാട്ടിൽ നിങ്ങൾക്ക് കേരളത്തിലെ UDF-നെയും കോൺഗ്രസിനെയും സംബന്ധിച്ച് കൃത്യമായ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും രാഷ്ട്രീയ താല്പര്യങ്ങളും ഒക്കെ സ്വാഭാവികമാണ്, പ്രതിപക്ഷം എന്ന നിലയിലുണ്ടാവും. പക്ഷേ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ചിത്രവും ഇതിലെ മാസ്റ്റർ ബ്രെയിനായിട്ടുള്ള ആ തട്ടിപ്പുകാരൻ പ്രതി പോറ്റിയുടെ ചിത്രവും വെച്ച് ഒരു വ്യാജ ചിത്രം ഉണ്ടാക്കുക എത്ര ഹീനമായ പ്രവൃത്തിയാണ്, എത്ര ഹീനമായ മനോഭാവമാണിത്. ഇതും ഈ സമൂഹത്തിന് മുമ്പിൽ നടക്കുന്ന കാര്യമാണ്. ശ്രീ റജി, നോക്കൂ, അത് വ്യാജ ചിത്രമല്ല. ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു ആംബുലൻസ് കൈമാറ്റം ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ അതിലെ സ്ക്രീൻഷോട്ട് എടുത്തതാണ് എന്ന് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പാകെ പറഞ്ഞിട്ടുണ്ട്. അത് ഏതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഉപയോഗിക്കാതെ അത് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു ഞാൻ ചോദിക്കട്ടെ, ഒരു ആംബുലൻസ് കൈമാറ്റ ചടങ്ങിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പങ്കെടുക്കുക എന്ന് പറയുന്നത് നമുക്ക് അല്ലെങ്കിൽ ബഹുമാന്യനായ പിണറായി അദ്ദേഹത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? അപ്പോൾ നോക്കൂ, അതും ഭീമ ജുവലറി കൈമാറ്റം ചെയ്യുന്നത്, അതിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ വന്നു? അതിനോടൊപ്പം മുഖ്യമന്ത്രി നിൽക്കുന്ന പണം നമ്മൾ കണ്ടതാണല്ലോ. അത് ഭീമ ജ്വല്ലറി അല്ലേ പറയേണ്ടത്? ഭീമ ജ്വല്ലറിയാണ് ആംബുലൻസ് ശബരിമലയ്ക്ക് കൊടുക്കുന്നത്. അതിന്റെ സംഘാടകരാര്, അതിലെ ഗസ്റ്റായിട്ട് വരുന്നവർ, നമ്മളൊക്കെ എത്രയോ പരിപാടികൾ കാണുന്നവരല്ലേ, നമ്മൾ ഒരാളെ ഗസ്റ്റായിട്ട് വിളിക്കുന്നു, ആ ഗസ്റ്റാണോ പിന്നെ ആ പരിപാടിയുടെ സംഘാടനത്തെക്കുറിച്ച് സമാധാനം പറയേണ്ടയാൾ? അവിടെ അവർ യുക്തി അവിടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും മാത്രമേ ഉള്ളൂ. ഒരു വിഷ്വൽസ് ഉണ്ടല്ലോ. സോണിയാഗാന്ധിയുടെ വീട്ടിൽ നമ്മൾ കണ്ടത് അടൂർ പ്രകാശിനെ കണ്ടു, ആന്റണിയെ കണ്ടു, ഇവരുടെ കുറേ സിൽബന്തികളെ കണ്ടു, സോണിയാഗാന്ധിയെ കണ്ടു. ഇത് സെക്രട്ടേറിയറ്റിനകത്ത് ദർബാർ ഹാളിൻ്റെ പോർട്ടിക്കോയിൽ ഈ പരിപാടിയിൽ റജി കണ്ടത് മുഖ്യമന്ത്രിയെ പോറ്റിയെ മാത്രമാണോ? അതിലെ സ്ക്രീൻഷോട്ട് എടുത്തു എന്നാണ് ശ്രീ സുബ്രഹ്മണ്യം. പരിപാടിയെക്കുറിച്ച് ഞാൻ ചോദിച്ചത് റജിയോട്. നോക്കൂ, അതിലെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു. അതിനകത്ത് ബഹുമാന്യനായ മട്ടന്നൂരിനെ കണ്ടു, DGP-യെ കണ്ടു. DGP ആണ് റവഡ എങ്കിൽ ഏത് കാലത്താണെന്നുള്ളതൊക്കെ വ്യക്തം. ഇത് ഈ ഇടതുപക്ഷം ചെയ്യാത്ത അല്ലെങ്കിൽ CPM-കാർ ചെയ്യാത്ത നടപടികളാണോ ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എത്രയോ കോൺഗ്രസ് നേതാക്കന്മാരെ അപകീർത്തിപ്പെടുത്താനുള്ള നിരന്തരമായ പരിശ്രമങ്ങൾ CPM-ന്റെ സൈബർ ഹാൻഡിലുകൾ ചെയ്യുന്നില്ലേ? അപ്പോൾ അതിന്റെ ഭാഗമായി അവസരങ്ങൾ, അതായത് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഇപ്പൊ റജി ചെയ്ത ഒരു അഡ്മിഷനുമാണ്, ഒരു താങ്കളിപ്പോ അവസാനം പറഞ്ഞു നിർത്തി അവിടെയാണ്. പണ്ട് പലരും ചെയ്തിട്ടില്ലേ എന്ന് ധ്വനിയോടെ സംസാരിച്ചാൽ റജിയുടെ അർത്ഥം എന്താണ്? കഴിഞ്ഞ ദിവസം ആ വീഡിയോ ദൃശ്യത്തിൽ നിന്നുള്ള സ്ക്രീൻഷോട്ടാണത്. അത് ഒരു തരത്തിലുള്ള വ്യാജ പിക്ചറുമല്ല അദ്ദേഹം പ്രചരിപ്പിച്ചത്. ശ്രീ സുരേഷ് കേട്ടല്ലോ. ബഹുമാന്യനായ കോൺഗ്രസിൻ്റെ സുഹൃത്ത് ആദ്യം ഒന്ന് നിഷേധിച്ച് നോക്കി, പിന്നെ അടി തെറ്റിയപ്പോൾ അടവ് മാറ്റി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ആ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് നിസ്സംശയം തെളിയിക്കപ്പെട്ട കാര്യമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തോളത്ത് കൈവച്ചുകൊണ്ട് സംസാരിക്കുന്നതായിട്ടാണ് ആ ചിത്രം KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം ശ്രീ സുബ്രഹ്മണ്യൻ പ്രചരിപ്പിച്ചിട്ടുള്ളത്. അത് അദ്ദേഹം തന്നെ ഒടുവിൽ അഡ്മിറ്റ് ചെയ്തത് ഞാൻ നിർമ്മിച്ചതല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫോണിൽ നിർമ്മിച്ചതുമല്ല. അദ്ദേഹം പോലും എടുക്കാത്ത ഡിഫൻസാണ് ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ എടുത്തത്. നിങ്ങൾക്ക് നാണമാകുന്നില്ല? ഞാൻ സത്യത്തിൽ ചോദിക്കുകയാണ്. ഇത് ലജ്ജാവഹമായിട്ടുള്ള കാര്യമാണ് ഈ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുൻപ് ആദരണീയനായ CPM-ൻ്റെ നേതാവ് EP ജയരാജൻ്റെ ആ സഹാബിൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് മറ്റൊരാളെ ചേർത്ത് വെച്ച് ഇതുപോലുള്ള വ്യാജ ചിത്രം നിങ്ങൾ പ്രചരിപ്പിച്ചു. എത്രയെത്ര കാര്യങ്ങൾ
നിങ്ങളുടെ സൈബർ ഹാൻഡിലുകൾ കൈകാര്യം ചെയ്യുന്ന ഇതുകൊണ്ടൊരു പ്രതിയുടെ സാമൂഹ്യ വിരുദ്ധ സംഘത്തിനെ കൊണ്ട് ചെയ്യിപ്പിച്ച് നേതാക്കന്മാരെയും സഖാക്കളെയും പാർട്ടി കുടുംബാംഗങ്ങളെയും ഒക്കെ വ്യക്തിഹത്യ ചെയ്യുന്നതിനുള്ള ബോധപൂർവമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെവിടെയെങ്കിലും നിന്ന് അവസാനിക്കണ്ടേ? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ തിരിച്ചുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ, ഇന്ന കാര്യം നിങ്ങൾ ചെയ്തു എന്ന് പറയൂ. കാറടച്ച് വെടിവെക്കുകയല്ല വേണ്ടത്, സ്പെസിഫൈ ചെയ്ത് കാര്യങ്ങൾ പറയാൻ വേണ്ടി തയ്യാറാകണം. ഇത് ഇന്നും നിലയിൽ തുടങ്ങിയതല്ല. നേരത്തെ തന്നെ നിങ്ങളുടെ MLA യുമായി ബന്ധപ്പെട്ടൊരു വിഷയമുണ്ടായപ്പോൾ, രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടൊരു വിഷയമുണ്ടായപ്പോൾ, അന്നും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായിട്ടുള്ള ശ്രീ അടൂർ പ്രകാശ് പറഞ്ഞു, ആ ശബ്ദശകലം, ആ സംഭാഷണം അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി വ്യാജമായി നിർമ്മിച്ചതാണ് എന്ന് പറഞ്ഞു. ഇത്തരത്തിലുള്ള വാദഗതികളുമായി കടന്നു വരാൻ യാതൊരുവിധ മടിയും ഏത് സ്ഥാനമാണെന്നുള്ളത് നിങ്ങൾക്ക് മാനദണ്ഡമല്ല. അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ കൺവീനറായിരുന്നാലും ശരി, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിരുന്നാലും ശരി, ഒരേ നിലവാരത്തിൽ ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്നതാണ് കേരളത്തിൽ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപജയം എന്നത് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി സാധിക്കും. ഇത് തിരുത്താൻ നിങ്ങൾ തയ്യാറാകണമെന്നാണ് ഈ ചർച്ചയിലൂടെയെങ്കിലും എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഞാൻ ചെയ്യാൻ. അഭിഭാഷകൻ എന്ന നിലയിൽ പൃഥ്വിയോട് അവസാനമായി ചോദിക്കാനുള്ളൊരു കാര്യം, ഇത്തരം വ്യാജ ചിത്രങ്ങളുടെ പിന്നിലത്തെ ലക്ഷ്യം എന്ന് പറയുന്ന ഒരു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കലാണ്. അതാണ് അതിലെ ഏറ്റവും ഹീനമായ കുറ്റകൃത്യവും അതുതന്നെയാണ്. കൃത്യമായ കളവാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു വ്യാജ ചിത്രം നിർമ്മിക്കുന്നു. ഇതിൻ്റെ നിയമപരമായ കുറ്റകൃത്യത്തിൻ്റെ ഒരു തോത്, അതിൻ്റെ ശിക്ഷയുടെ സാധ്യത എത്രമാത്രം അഭിഭാഷകൻ എന്ന നിലയിൽ അവസാനമായി? തീർച്ചയായിട്ടും ഇത് ഫോർജറിയിലും അതോടൊപ്പം തന്നെ IT ആക്ടിന്റെയും വകുപ്പുകളിൽ ഇത് വരും. അതുകൊണ്ട് തന്നെയാണ് ആ ഫോർജറി ചെയ്ത ആൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതും ബെയിലബിൾ ആണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിനെ പുറത്തുവിട്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ഇതൊക്കെ ഈ നമ്മൾ പിന്നെ ഇന്റർനെറ്റിലും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അനുസരിച്ച് അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ അതിൽ നിന്ന് പോകുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൺക്ലൂസീവ് എവിഡൻസ് ആയി കോടതിയുടെ മുമ്പിൽ വരികയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. പക്ഷേ ഈ വിഷയങ്ങളെയൊക്കെ കോൺഗ്രസ്സുകാർ ന്യായീകരിക്കുന്നത് ഏത് നിലയിൽ നിന്നുകൊണ്ടാണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിയമവൃന്ദങ്ങൾക്ക് മനസ്സിലാകാത്തത്. മുഖ്യമന്ത്രിയുടെ പിന്നെ പണം ദുരുപയോഗം ചെയ്യും, EP ജയരാജന്റെ ഇത് ദുരുപയോഗം ചെയ്തത് ഇതൊരു സാധാരണ കോൺഗ്രസ്സുകാരനാണ് ചെയ്തതെങ്കിൽ EP ജയരാജന്റെ കുടുംബത്തിന്റെ പണം ദുരുപയോഗം ചെയ്തത് ഒരു വനിതാ നേതാവായിരുന്നു കോൺഗ്രസിന്റെ. ഈ തരത്തിലൊരു ഫോർജറി സംസ്കാരം തന്നെ കോൺഗ്രസിൽ രൂപപ്പെടുത്തി എടുത്തുകൊണ്ട് രാഷ്ട്രീയമായ ലാഭമുണ്ടാക്കാം എന്ന് ശ്രമിക്കുന്നത് അവരൊക്കെ തന്നെ അവസാനം ഇരുമ്പഴിക്കുള്ളിൽ ബാക്കിയുള്ള ജീവിതം താമസിച്ച് തീർക്കേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് അവസാനമായി പറയാനുള്ളത്. വളരെയധികം നന്ദി മൂന്ന് പേർക്കും സഹകരിച്ചതിന്. ഏതായാലും വിവാദങ്ങൾക്കും ഊഹാപോഹത്തിനുമൊക്കെ അപ്പുറം ശബരിമല സ്വർണ്ണമോഷണ കേസിൽ കുറ്റം ചെയ്ത പ്രതികൾ ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതുതന്നെയാണ് കേരളീയ പൊതുസമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യവും. അതിലേക്കൊരു അന്വേഷണം മുന്നോട്ട് പോകുന്നു. ഹൈക്കോടതി അത് മേൽനോട്ടം വഹിക്കുന്നു. അതിനെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ രൂപപ്പെടുത്തുന്ന രാഷ്ട്രീയ വിവാദങ്ങൾ അത് കേവലമായ ആയുസ് മാത്രമാണ് എന്ന് നിസ്സംശയം പറയാവുന്നതാണ്. അതെല്ലാം ആ നിലയിൽ വിവാദത്തിനപ്പുറം നിന്ന് ചർച്ച ചെയ്യാനും ചില കാര്യങ്ങൾ പരിശോധിക്കാനുമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശ്രമിച്ചത്.